എല്ലായിടങ്ങളിലും ഇങ്ങനെ സുവിശേഷ യോഗത്തിൽ പറയുന്ന കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കുക. അത് മറ്റൊന്നുമല്ല, എന്താണ് സുവിശേഷം? എന്നെ കേൾക്കുന്ന സ്നേഹിതരോട്, നാട്ടുകാരോട്, സമീപവാസികളോട്, ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പാനുള്ളത്, സുവിശേഷം എന്താ? മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ബഹളവും വെപ്രാളവും നാട്ടുകാരെ കിടത്തി പൊറപ്പിക്കാത്തതല്ല സുവിശേഷം. ആൾക്കാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. ഭീഷണിപ്പെടുത്തി ആൾക്കാരെ മതത്തിൽ ചേർക്കുന്നതല്ല. ഇത് മതമല്ലല്ലോ. തോക്ക് കൊണ്ട് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടുന്ന മാർഗമല്ല. വടിവാള് ചുഴറ്റി ഭീഷണിയുടെ സ്വരം മുഴക്കി ഇതിനകത്ത് ചേർക്കുന്ന മാർഗമല്ല. തത്വസംഹിതകളോ മറ്റേ തത്വജ്ഞാനങ്ങൾ അല്ലെങ്കിൽ പ്രാസം ഒപ്പിച്ച് പദങ്ങളെടുത്ത് അമ്മാനമാടി ആൾക്കാർ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നിർവൃതിയിൽ എത്തിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു, നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. നമുക്കെല്ലാം മനപാഠമായ വാക്യമാ തിമോഥെയോസിന്റെ ലേഖനത്തിൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്ന സുവിശേഷം. ഒന്ന് വായിച്ചോ. ആരാ വാക്യം വായിച്ചേ? എവിടെ ഇരുന്നാ വായിച്ചേ? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭ മാറ്റുന്നതല്ല, സഭ മാറുകയല്ല, യേശു ക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാ സുവിശേഷം. അതാ ഇവിടെ മുഴങ്ങുന്നത്. ഇന്ന് നാളെയും മറ്റന്നാളും ഒക്കെ അതാ മുഴങ്ങുന്നത്, അതാ മുഴങ്ങേണ്ടതും. ദൈവത്തിന്റെ മകൻ വ്യക്തി പൂജയല്ല, സഭയുടെ കാര്യങ്ങൾ പറയുകയല്ല. സ്തോത്രം. വ്യക്തികളെ ഉയർത്തുകയല്ല, യേശു ക്രിസ്തുവിനെ ഉയർത്തുക, അതാ സുവിശേഷം. അവിടുന്ന് ഉയർത്തപ്പെടണം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം നസ്രായനാകുന്ന യേശു ക്രിസ്തു. ഇനി എന്തിനായി സുവിശേഷം? വയറ്റിപ്പഴപ്പിനല്ല, ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാർ നടത്തുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാര് പലരും പല കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് നിന്നവരാ. പക്ഷെ അതിന് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. ഒരു തൊഴിലുമില്ലാത്തവരല്ല, വയറ്റിപ്പഴപ്പിനല്ല, ആളെ കൂട്ടി മറ്റേ ഉദ്ദേശത്തോടൊന്നുമല്ല. എന്തിനാ സുവിശേഷം? അത് തിരുവെടുത്ത് വായിപ്പിക്കുന്നത് സകല മനുഷ്യരും രക്ഷപ്പെടാനാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആട്ടെ, വാക്യങ്ങൾ മനപാഠമായിട്ടുള്ളവർക്ക് ഉണ്ട്, അതുകൊണ്ട് വിവരിക്കുന്നില്ല. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരുടെ ശ്രോതാക്കളോട് പറയട്ടെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷപ്പെടാൻ ഒറ്റ വഴി, രക്ഷപ്പെടാൻ ഏക മാർഗം നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്, ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ സമാധാനമുണ്ട്, ഈ നാമത്തിൽ ആശ്വാസമുണ്ട്. സകല മനുഷ്യരും രക്ഷപ്പെടാനാണ് ഈ സുവിശേഷം. അങ്ങനെ രക്ഷപ്പെടാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. തുണി കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കാച്ചിലും ചേനയും ചേമ്പും ഒന്നും കൊടുക്കണ്ട. ആടിനെ കൊടുക്കണ്ട, കാളയെ കൊടുക്കണ്ട, ആനയെ കൊടുക്കണ്ട, പ്രാവിനെ കൊടുക്കണ്ട, പരുന്തിനെ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട.
ഒറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ ദൈവമേ, ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. മനുഷ്യരാ ഈ സഭയും സംഘടനയും തരംതിരിവൊക്കെ ഒപ്പിച്ചു വെച്ചേക്കുന്നത്. ഇത് ഞങ്ങളുടെ യേശു, അത് അവരുടെ യേശു, അതേതാ, അത് റോമൻ, ഇതോ അത് ലത്തീന്, ചില കുറഞ്ഞാന്നാ അവർ പറയുന്നത്. മറ്റേതാ, അത് സിറിയൻ, ഇതോ അത് വെറിയൻ. ഇവനെല്ലാം മട്ട. അതാരാ, അത് ആഢ്യത്വമുള്ളവർ, ഇതോ അത് താഴേക്കിടയിൽ. അങ്ങനൊന്നും തരംതിരിക്കരുത്. സകല മനുഷ്യരും ദൈവത്തിന്റെ ജനമാണ്. മനുഷ്യനായി ജാതിയും ജാതി സ്പർദ്ധയും തരംതിരിവും ചേരിതിരിവൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് ഇപ്പോഴും അങ്ങനെയുള്ള തരംതിരിവുള്ള ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്. അല്ല ഇങ്ങനെ പമ്മിയിരിക്കുന്നതേ ഉള്ളു. എല്ലാം കണക്കാ, എല്ലാം കണക്കാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് ഇപ്പം നാശമായല്ലോ എന്ന്. കാര്യം പറയുന്ന ആർക്കും ഇഷ്ടമല്ല. ഈ എൻ്റെ ഭാഷ പറഞ്ഞ് പൊതിഞ്ഞ് വർത്താനം പറയരുത്. ഉള്ളതുപോലെ പറയണം. അതായത് എനിക്ക് ഈ മൈകൊരു ഇങ്ങനെ അങ്ങ് നിൽക്കുക, ഞാൻ അതുകൊണ്ടൊരു കോൺലെസ് ഉണ്ടോ മോനെ? ഇല്ല, എന്നാ ഇത് മതി. ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കാം. മതി മതി മതി. ഓ, വള്ളിയും വയാറൊന്നും ഇത് മതി, ഇത് മതി. മൈക്ക് നന്നാ, നല്ല ശബ്ദമാണ്, ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനാണ് ഈ തരംതിരിവും ചേരുതിരിവൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു കാര്യം പറയാം, അവൻ വെളുത്തതാ ഇവൻ കറുത്തതാ അങ്ങനൊന്നും പറയരുത്. കോടതി വിധി വന്നല്ലോ, ഇല്ലേ? വന്നു. അത് നമ്മുടെ ഇടയിൽ നന്നായിട്ട് വരുന്ന നല്ലതാ. കുറെ എണ്ണത്തിനെ അങ്ങനെ അന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോട്ടെ, പാടില്ല. സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞെന്ന സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട്. ചിലരെ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കാൻ രണ്ട് കാര്യം പറയാം, നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. ഒന്ന്, ഇപ്പോഴും 10 സെന്റ് കൂടെ എഴുതണമെന്നല്ലേ ആഗ്രഹം. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക. ചാകുമ്പോഴും 10 സെന്റ് കൂടെ കിട്ടിയ മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ടാണ്. അതെ, മണ്ണിലടങ്ങിയിരിക്കുന്ന ഈ അംശമൊക്കെ ശരീരത്തും ഉണ്ടല്ലോ. അതിലെ പണ്ടൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടറെ ഇങ്ങനെ വെച്ച് പറയും, ടോണിക്ക് തരാം, ഇരുമ്പിന്റെ കുറവുണ്ടെന്ന്, അല്ലേ? പറഞ്ഞിട്ടില്ലേ? അതാ ശരീരം, അതാ. അതെ, അതുകൊണ്ട് ഒരാളെ ചെറുതായിട്ട് കാണരുത്, തരംതിരിച്ച് സംസാരിക്കരുത്. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാ. ഞങ്ങൾ ഇച്ചിരി കൂടിയവരാ, അവര് കുറഞ്ഞതാ. ഇപ്പോഴും നമ്മുടെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ ഇതുണ്ടെന്ന് ഉണ്ട്. നിങ്ങൾ അംഗീകരിക്കുകയല്ലേ, അംഗീകരിക്കേണ്ട, പക്ഷെ ഉണ്ട്. ഞങ്ങൾ റോമനാണ്, ഞങ്ങൾ സിറിയനാണ്, അവർ ലറ്റീനാണ്, മറ്റവർ മാർഗം കൂടിയതാ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് തരുന്നത്. നമ്മുടെ ഇടയിലും ഇല്ലേ? നിങ്ങൾ മിണ്ടുകയില്ല. ഉണ്ട്, ഇല്ലെന്ന് എന്നോട് പറയരുത്. അപ്പൊ ഒരു കാര്യം പറയാം, മനുഷ്യനെ മനുഷ്യനായി കാണുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക. ജാതി സ്പർദ്ധ അത് പാടില്ല. തരംതിരിവ് പാടില്ല. കളറ് നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, കുടുംബസേട്ട് നോക്കി ഇടപെടരുത്. സകലരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ഒരുത്തന്റെ സന്തതിയായിരിക്കുന്ന മുഴുവൻ അല്ല. നിങ്ങൾ അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഈ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ വിശ്വാസം ഒന്നുമില്ല. ഇല്ല, ഇരിപ്പ് കാണുമ്പോൾ അറിയാം.
ഇതെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ, വിശ്വാസമൊന്നുമില്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും അത് അങ്ങനെ തന്നെയാ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് അവൻ മനുഷ്യജാതി ഉളവാക്കി ഇരിക്കുന്നത് മുഴുവൻ ഒരെണ്ണത്തിന്റെ സന്തതിയാണ്. പിന്നെ കാലക്രമേണ ഭക്ഷണക്രമം, ക്ലൈമറ്റ്, ജീവിതചര്യ, ആ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് ഈ പരുവത്തിലൊക്കെ ആയി പോയതാ. അമേരിക്കയിലും ഉണ്ട് കറുത്ത ആൾക്കാർ, ഇവിടെ ഉണ്ട് കറുപ്പ് നിറമുള്ളവര്. കറുപ്പ് നല്ലതാണ്, ഇല്ലയോ? പിന്നെ പക്ഷേ അല്പം വ്യത്യാസം, ഇവിടുത്തെ കറുപ്പും അവിടുത്തെ കറുപ്പുമായിട്ട് വ്യത്യാസം വരാൻ കാര്യം ഭക്ഷണക്രമവും ക്ലൈമറ്റുമാണ്. അവിടെ നല്ല തണുപ്പും ഒക്കെയാ, ഭക്ഷണക്രമവും വ്യത്യാസമാണ്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ കൊടുക്കുന്നത് നട്ട്സ് അല്ല, അവര് നട്ട്സ് കൊടുക്കും, നമ്മൾ ആഞ്ഞിലിക്കാ കുരുവാ, അല്ലേ? ഇപ്പോഴത്തെ അല്ല, പണ്ട്. നമുക്ക് അവിടെ നട്ട്സ്. സായിപ്പ് ചുമ്മാതിരിക്കുമ്പം ഇങ്ങനെ കൊടുക്കുന്നത് നട്ട്സ്, ബദാം, എന്തോ വേറെ സാധനം ഉണ്ടല്ലോ ഇല്ല പൊളിച്ചെടുക്കുന്നത്, പിസ്തായോ? പിസ്ത. അതൊക്കെ ആ തായ്പ് തിന്നുന്നത്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം കൂടി വന്നാൽ പൊരിക്കടല അല്ലെങ്കിൽ ആഞ്ഞിലിക്കാ കുരു. അത് ആഞ്ഞിലി വെടുക്കുമ്പോൾ താഴെ വീഴുന്ന നോക്കി ഇരുന്ന് പെറുക്കി എടുത്തേച്ച് ഒറോട്ട് ഈ വറകെട്ടിക്കകത്തിട്ട് വറുത്തേച്ച് മുറത്തിലോട്ട് കുടഞ്ഞിട്ട് പഴയ മുളനാടിയുണ്ട്, മുളനാടി കൊണ്ട് നിങ്ങൾക്ക് ആർക്കും എല്ലാം നൂപ്പാട് വന്നതായിരിക്കുന്നത്. ഇപ്പൊ ഇരിപ്പ് കണ്ടാൽ നട്ട്സ് കഴിക്കുന്നതായിട്ടായിരിക്കുന്നത്, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എല്ലാം ആഞ്ഞിലിക്കാ. സത്യം പറ, കൈ പൊക്ക്, ആഞ്ഞിലിക്കാ കുരു തിന്നവര് കൈ പൊക്ക്, നിന്റെ കൈ അങ്ങോട്ട് പൊങ്ങട്ടെ. മതി, എനിക്കത് അറിയാനാ. നിങ്ങൾ കഴിച്ചിട്ടില്ലേ ആഞ്ഞിലിക്കാ കുരു? ഞാൻ പറഞ്ഞത് ഭക്ഷണക്രമവും ക്ലൈമറ്റും ഒക്കെ കൊണ്ട് ചിലപ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് എല്ലാം ഒരു വ്യക്തിയിൽ നിന്നുളവായതാണ്. അതുകൊണ്ട് ജാതി സ്പർദ്ധ അത് പാടില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം ചോദിക്കരുത്, പറയരുതെന്നാ. ഏതാ? ജാതി. സ്കൂളിൽ പഠിച്ചതല്ലയോ, നിങ്ങൾക്കറിയാമല്ലോ. ഭിക്ഷു എന്ന് ചോദിച്ചത്, വെള്ളം ചോദിച്ചല്ലോ. ആശാന്റെ ചണ്ടാല ഭിക്ഷുകി പഠിച്ചതല്ലയോ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നാ, ചോദിക്കരുതെന്ന. നമ്മൾ കണ്ട ഉടനെ അതാ ചോദിക്കുന്നത്. നമ്മുടെ ആൾക്കാരും പറയാം നമ്മുടെ ആന്നോ, നമ്മുടെ ആന്നോ. ഉടനെ നമ്മുടെ ആൾക്കാർ പറയാം മറ്റേതാ. ഇവനൊന്നും ഗുണം വരികയില്ല. ഇത് ചോദിക്കരുത്, പറയരുത്. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാ. ആട്ടെ, മനുഷ്യനായി തരംതിരിവെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തരംതിരിവെല്ലാം മനുഷ്യൻ ഉണ്ടാക്കി വെച്ച. എടുത്തച്ഛൻ്റെ ഒരു പ്രയോഗം ഇങ്ങനെ കൊടുത്തു: ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ മ്രടിതം കലർന്നിടും ദശാന്തര്. അയോധ്യാകാന്ഡത്തിലുള്ളൊരു ഭാഗമാണ്. സ്കൂളിൽ പണ്ട് പഠിച്ചതാണ്. എടുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലൊരു ഭാഗമാണ്. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ ആമ്രേടിതം കലർന്നിടുന്ന ജാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാറ്റിച്ചു പോകിലും വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും. അപ്പൊ ഇതൊന്നും പാടില്ല. ഞാൻ കൂടിയതാവൻ കുറഞ്ഞതാ, അവര് താഴേക്കടയിൽപ്പെട്ടതാ, അത് പാടില്ല. അതെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. എന്തായാലും കൊള്ളാം. ആമേൻ, സ്തോത്രം. സുവിശേഷം സകല മനുഷ്യരും രക്ഷപ്പെടാനാണ്, രക്ഷിക്കപ്പെടാനാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ഓർപ്പിച്ചാൽ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതിന് കാശൊന്നും കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ കയ്യും കാലും ഒന്നും പൊക്കണ്ട, ബഹളവും വെപ്രാളവും അലമുറയൊന്നും വേണ്ട. ഇരിക്കുന്ന കിടത്തിരുന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി: എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണം, എന്നെ കൈവിടരുത്. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. ആ 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം, എല്ലാവരും ഇത് കേൾക്കണം. ആരും കേൾക്കാതിരിക്കരുത്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ ഈ യോഗം, ഈ സഭ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, സമ്മർദ്ദമൊന്നും ചെലുത്തിയല്ല.
മതം മാറ്റുകൊന്നുമല്ല, ഭീഷണിയുടെ സ്വരമൊന്നുമല്ല, നിർബന്ധിക്കുകയില്ല. ചെല്ലു പറയാറുണ്ട് നിർബന്ധിച്ച് ചേർക്കുന്നെന്ന്. അങ്ങനൊന്നും ചേർക്കുകയല്ല, അങ്ങനെ ചേരാൻ ഒക്കത്തില്ലല്ലോ. ഇത് നിർബന്ധിച്ചൊന്നും ചേർക്കുന്ന മാർഗമല്ല. കാര്യം പറഞ്ഞു തരിക, ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി. ഇഷ്ടമുണ്ട്, പക്ഷെ പറയുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്. അംഗീകരിക്കേണ്ടത് കേൾക്കുന്നവരുടെ. അവർ ചിന്തിക്കണം, ഇത് ശരിയാണോ തെറ്റാണോ, നല്ലതാണോ തീയതാണോ, കൊള്ളാമോ കൊള്ളുകയില്ലയോ, അത് അവനോ തീരുമാനിക്കണം. ആ തീരുമാനമെടുക്കാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പൊ ഇത് സമ്മർദ്ദമൊന്നുമല്ല, മതം മാറ്റം ഒന്നുമല്ല, ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഒന്നും ചേർക്കുന്ന മാർഗമല്ല. അങ്ങനൊന്നും ഒക്കത്തില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ സകല ജാതികളും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമായി പറയുന്നത്. തന്നെയല്ല പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. ചിലത് പറഞ്ഞാൽ ഒന്നും പിടികിട്ടുന്നില്ല, എല്ലാവർക്കും ഒന്നും പിടികിട്ടുന്നില്ല. അവര് തന്നെ എല്ലാവർക്കും പിടികിട്ടുന്നുമില്ല. അതെ, തർക്കമൊക്കെ നടക്കുക, അങ്ങനെ ചൊല്ലണോ ഇങ്ങനെ ചൊല്ലണോ എന്ന്. അത് തന്നെ തർക്കമാ, ഇല്ലയോ? അവർക്ക് തന്നെ പിടികിട്ടുന്നില്ല. അവർ കുറെ നേരം നേരെ നോക്കി ചൊല്ലി വെച്ച് പിന്നെ തിരിഞ്ഞു വന്ന് ചൊല്ലുക. എല്ലാവർക്കും ഒട്ട് പിടി കിട്ടുന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. വളരെ ലളിതമായിട്ടാ പറയുന്നത്. അതെ, കൂടുതൽ ഗ്രീക്കും ഹീബ്രു ഒന്നും ഇല്ല. മലയാള ഭാഷ മനസ്സിലാകുമല്ലോ. എല്ലാവരും ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പൊ കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്തയായി സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗുഡ് ന്യൂസ്, നല്ല ന്യൂസ്, നല്ല വർത്തമാനം. അതന്നെ. മറ്റു വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ചെവിക്ക് കുളിർമ നൽകുന്ന വാർത്തകളല്ല, ഭീതി ഉളവാക്കുന്ന. ഇപ്പൊ തന്നെയാണെങ്കിലും അവിടെ കല്ലറ പൊളിച്ചു, പിന്നെ നോക്കി ഇപ്പൊ അത് കോടതി വിധി പോലെ നടക്കട്ടെ. എന്നാലും നല്ല വാർത്തയായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നില്ല. അത് നിയമജ്ഞന്മാര് അത് സമർത്ഥിക്കട്ടെ, നമുക്കതിന് പറയാൻ റൈറ്റ് ഇല്ല. പക്ഷേ അങ്ങനത്തെ വാർത്തകളെല്ലാം ഒന്നും നല്ല വാർത്തയല്ല. ഇന്നുകൊണ്ട് ആക്സിഡന്റിൽ പിള്ളേര് മരിച്ചത് ഇല്ലേ? ഒരുത്തൻ വെട്ടിക്കൊന്നു. എത്ര എണ്ണത്തിനെയാ? 3 എണ്ണത്തിനെ കൊന്നു. മറ്റേത് എങ്ങനെയാണെന്നോ അറിയത്തില്ല. നല്ല വാർത്തയാണോ? നിങ്ങൾക്കത് നല്ല വാർത്തയായിട്ടാ തോന്നുന്നത്. ആ കൊള്ളാം, 3 എണ്ണത്തിനെ കൊന്നു. അയ്യോ, നല്ല വാർത്തയല്ല. ദുഃഖം വർദ്ധിപ്പിക്കുന്ന, മനോവേദന ഉണ്ടാക്കുന്ന വാർത്തയാ, നല്ല വാർത്തയല്ല. സ്തോത്രം. കേൾക്കുന്ന വാർത്ത മുഴുവൻ ഭീതി ഉളവാക്കുന്ന വാർത്തയാ. യുദ്ധങ്ങള്, യുദ്ധശ്രുതികള്, മാരകരോഗം, തീരാവ്യാധികൾ, എന്തെല്ലാം വാർത്തകള്. ഈ എല്ലാം നമുക്ക് ദുഃഖവും മനോദുഃഖവും ഉണ്ടാക്കുന്ന വാർത്തകളാ. ഇങ്ങനെയുള്ള വാർത്തകളുടെ നടുവിൽ നല്ല വാർത്തയാ സുവിശേഷം. അതുകൊണ്ടാണ് ഇതെല്ലാവരും കേൾക്കാൻ പറഞ്ഞത്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, സന്തോഷത്തിന്റെ വാർത്തയാ, ആനന്ദത്തിന്റെ വാർത്തയാ, മനോഭീതി മാറ്റിത്തരുന്ന വാർത്തയാ, ചിത്തഭ്രമങ്ങളെ ദൂരീകരിക്കുന്ന വാർത്തയാ. അതുകൊണ്ട് നല്ല വാർത്തയാ സുവിശേഷം. ഇതെല്ലാവരും കേൾക്കണം. ചിലയിടത്ത് ഇത് കേൾപ്പിക്കുകയല്ല, ചിലര് കേൾപ്പിക്കത്തില്ല. നമ്മുടെ ആൾക്കാർ തന്നെ കേൾപ്പിക്കുകയല്ല. മൈക്ക് വെക്കരുതെന്നാ പറയുന്നത്. നമ്മൾ ഇത്രയും മട്ടത്തില്ല. അതേസമയം വേറെ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ പോസ്റ്റേലും ഉണ്ട് നിയമം പോലെ ചെറിയ ബോക്സ്, എല്ലാവർക്കും കേൾക്കുകയല്ലേ. നമ്മുടെ ആൾക്കാർ വെക്കുകയല്ല. ഞാൻ കണ്ട അവിടെ മാറി വണ്ടി ഇട്ട് നോക്കി കേൾക്കാവോ എന്ന്. ആട്ടെ. ഇന്നലെ ഞാൻ 11:30 വരുമ്പോഴും ഭയങ്കര ബഹളം. റോഡില് സ്റ്റേജ് ഇട്ട് ആളെല്ലാം റോഡിലങ്ങ് 11:45 എന്തോ ശബ്ദമാണ്. ആർക്കും പ്രശ്നവുമില്ല, കേൾക്കുന്നതുകൊണ്ട് കുഴപ്പം. പക്ഷെ നമ്മുടെ ആൾക്ക് അവിടെ നിന്ന് സൂക്ഷം 9 ആകുമ്പം നിർത്തിയാക്കണം. പിന്നെ 9 കഴിഞ്ഞ് ആരും കേൾക്കരുത്, കാരണം കേൾക്കാൻ കൊള്ളാവുന്ന അല്ലിത്. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞ്, ഇവിടെ 9 ആകുമ്പോൾ ഞാൻ നിർത്തും. അല്ല, നമ്മുടെ ആൾക്കാരെ തന്നെ പറയുന്നത് 9 കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ. മറ്റേത് 11:30 കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ആട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. എല്ലാവരും കേൾക്കേണ്ട വാർത്തയായത് സുവിശേഷം. നല്ല വാർത്തയാണ്, മനോസുഖം തരുന്ന വാർത്തയാണ്. ഇന്ന് രാത്രി ഈ ഭീതിയോടെ, ചിത്തപ്രമത്തോടെ, ആകുല ചിന്തയോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ നല്ല വാർത്തയാകുന്ന സുവിശേഷം കേൾക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്.
അത് മുമ്പോട്ട് പോകാൻ എല്ലാവരും കേൾക്കേണ്ട വാർത്ത അതാ. സകല ജാതികളും ഇത് കേൾക്കണമെന്ന. ഒന്നുകൂടെ വായിച്ചോ 49:1. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം. നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാതെ പക്ഷേ അവിടെ ഞാൻ അടങ്ങിയിരിക്കും. അവിടെ ഇരിക്കെ കസാര അടുത്തിട്ട് കൊച്ചിനെ ഇത്. അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. അടുത്തത് ഈ സുവിശേഷം കേട്ടാൽ എന്തുവാ ഗുണം? എന്തുവാ? ലൂക്കോസിന്റെ സുവിശേഷം 2:10 വായിച്ചേ. കേട്ടാലുള്ള ഗുണം എന്നാ? ഗുണം വേണമല്ലോ. വായിച്ചേ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിനക്ക് സന്തോഷം തരുന്ന മാർഗമാണ് സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു കാലത്ത് മനോഭീതി, ഇഷ്ടഭ്രമങ്ങളും ആകുല ചിന്തകളും നിരാശകളൊക്കെ പേറി ആത്മഹത്യയുടെ വക്കിൽ പോലും ചെന്നവരാ. ജീവിതം കൊടുക്കാം, അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചവരും ഇതിനകത്ത് കാണും. പൂതത്താൻ കെട്ടിന്ന് താഴോട്ട് ചാടാന്ന് ചിന്തിച്ച ആൾക്കാർ ചാടിയോ എന്നറിയത്തില്ല. ഒക്കെ ആൾക്കാർ ഇതിനകത്തുണ്ട്. വിഷം കയ്യിലെടുത്തവരുണ്ട്. ആമൻ കഞ്ഞിക്കകത്ത് വിഷം കലക്കി കൊച്ചുങ്ങൾക്ക് കൊടുത്ത് യാകാൻ മദ്യപാനം കൊണ്ട് പൊറുതി മുട്ടി അങ്ങനെയൊക്കെ നിരാശയുടെ പടുകുടി കിടന്നവർ ഇതിനകത്ത് കാണും. പക്ഷെ അവർക്കെല്ലാം ഇന്ന് രാത്രി ഈ ശാന്തതയോടിരിക്കുന്നത്, സ്വസ്ഥതയോടിരിക്കുന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. പോലീസിന്റെ ലാത്തിക്ക് ഇത് തരാനൊക്കത്തില്ല, തത്വജ്ഞാനങ്ങൾക്ക് ഇത് തരാനൊക്കത്തില്ല, പ്രത്യേക ശാസ്ത്രം കൊണ്ടും ഇത് പരിഹരിക്കുകയല്ല. ഇത് പരിഹരിക്കുന്ന സുവിശേഷത്താല. ദൈവത്തിന് മഹത്വം. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ആമൻ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അതുകൊണ്ട് സന്തോഷം തരാനുള്ള മാർഗം, ലഭിക്കാനുള്ള മാർഗം, കാശ് മുടക്കൊന്നുമില്ല. മറ്റെന്തും വേണ്ട കാശ് മുടക്കി അയച്ചിട്ട് സന്തോഷം ഒപ്പിക്കുന്നത് ഇല്ലേ? എന്ത് വളരെ വളരെ ചിട്ടയോടും വളരെ വിനയത്തോടും അവിടെ പോയി നിൽക്കുന്ന സന്തോഷം ഉണ്ടാകാൻ എവിടാ? മുട്ടിന് ഇപ്പൊ തുറന്നു കൊടുത്തിരിക്കുക, മുട്ടിന് തുറന്നു കൊടുത്തിരിക്കുക. ചില സ്ഥലത്ത് വലിയ അപകടം വരെ നടക്കും. കാരണം ഇത് വാങ്ങാനുള്ള ബത്തപ്പാടിൽ അവർ റോഡ് ക്രോസ് ചെയ്യും, ആൾക്കാർ വരുമെന്ത് ബത്തപ്പാട്, അവിടെ ചെന്നെന്ത് വിനയത്തോടാ നിൽക്കുന്നത് ഇല്ലേ? അച്ചടക്കം, എന്തോ അച്ചടക്കമാ. അകത്ത് എന്ന് കഴിയുമ്പോഴേ അച്ചടക്കം എല്ലാം മാറുള്ളൂ. എന്നാലും മേടിക്കാൻ നല്ല അച്ചടക്കമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ത് വിനയത്തോടാ നിൽക്കുന്നത്, എന്ത് താഴ്മയോടെ. അത് മേടിച്ച് കൊണ്ട് കഴിയുമ്പോഴാണ് പിന്നെ അച്ചടക്കമൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, അല്പനേരത്തെ സന്തോഷമേ ഉള്ളൂ. ഞാൻ കഴിച്ചിട്ടുള്ളവർ പറഞ്ഞത് കഴിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരിയാണ്. എനിക്കറിയത്തില്ല, ഞാൻ കഴിക്കാത്തത് കൊണ്ട്. റോഡിന് വീതി ഉള്ളതായിട്ട് തോന്നും. ആട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്തിനാ? അതൊക്കെ താൽക്കാലിക സന്തോഷം, താൽക്കാലിക സുഖം. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം. അപ്പൊ ഈ ഭോഗങ്ങൾ, ആ സുഖങ്ങളൊക്കെ ക്ഷണപ്രഭ, മിന്നൽ പോലെ. കൊള്ളിയാൻ മിന്നുന്നത് പോലെ, കൊള്ളിയാൻ ഒത്തിരി നേരം നിൽക്കത്തില്ലോ, മിന്നി മറയുക. ഇതുപോലെ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളല്ല. അത് മദ്യവും ലഹരി പദാർത്ഥങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം താൽക്കാലിക സുഖങ്ങളാണ്. എന്നാൽ നിത്യമായ സന്തോഷം തരുന്ന മാർഗമാണ് സുവിശേഷം. ആ സന്തോഷത്തിന്റെ വിശേഷത വേറെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇന്ന് രാത്രി ഈ സന്തോഷം കൊണ്ട് ആമേ ഹൃദയത്തിൽ ആനന്ദമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു കാലത്ത് സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ തീർത്ഥയാത്രകളും തീർത്ഥാടനങ്ങളും മറ്റ് ഒത്തിരി പരിഹാര ക്രിയകളൊക്കെ ചെയ്തവരുണ്ട്. പക്ഷേ അതെല്ലാം താൽക്കാലിക ആശ്വാസം തന്നുമ്പോൾ നിത്യമായ സമാധാനവും സന്തോഷം തന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ സുവിശേഷം എല്ലാവർക്കും സന്തോഷം തരുന്നതാണ്. ഇത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ നടക്കൂ. അല്ല, നിങ്ങൾ കേരളത്തിലെ, അല്ല ഇന്ത്യയിലെ, അല്ല ലോകത്തിലെ ചരിത്രമെടുത്ത് സുവിശേഷം വന്നതുകൊണ്ടില്ലയോ വ്യത്യാസങ്ങൾ വന്നത്? ലോകത്തിലെ എല്ലാ ഭാഗത്തോട്ടും പോകേണ്ട നമ്മുടെ കേരളത്തിലെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഈ സുവിശേഷം വന്നതുകൊണ്ട് എന്തെല്ലാം വ്യത്യാസം ഉണ്ടായി. ചിലര് അടച്ച് സായിപ്പന്മാരെ പറയും, സായിപ്പന്മാർ എല്ലാം കൊള്ളുക. അല്ലല്ല, നല്ല സായിപ്പന്മാരുണ്ട്, കൊള്ളുകയില്ലാത്തവന്മാരും ഉണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ കൊള്ളുകയില്ലാത്തവന്മാർ. അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്.
എന്നാൽ നല്ല മനുഷ്യരുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ച് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഈ രാജ്യത്ത് വന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. മിഷനറിമാര്, അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി വളരെ ബന്ധപ്പെട്ടവരുണ്ട്. ഒരു കാലത്ത് ഇവിടെ വഴി കൂടെ ഒന്നും എല്ലാവർക്കും നടക്കാൻ മേല, പട്ടിക്കും പന്നിക്കും ഒക്കെ വഴി കൂടെ പോകാം, മനുഷ്യന് നടക്കാൻ മേല. അയിത്തമുള്ള കാലം, ഇത്രയടി ദൂരം ബ്രാഹ്മണര് നടന്ന് മനുഷ്യനായതെല്ലാം തരം തിരിച്ചു വെച്ചത് കേട്ടോ. മനുഷ്യനാ ഇല്ല, മുഖത്തിൽ നിന്ന് ജനിച്ചവര്, താഴെ നിന്ന് ജനിച്ചവര്, അതിന് താഴെന്ന് പാദത്തിൽ നിന്ന് ജനിച്ചവര് എല്ലാം തരം തിരിച്ചത് വേറുകൃത്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പം അവരിച്ചിരി കൂടുതലാണ്, നമ്മൾ കുറവാണ്, അവരേറ്റവും താഴേക്കിടയിൽ, അങ്ങനെയൊക്കെ അയിത്തം. അപ്പം ശ്രദ്ധിച്ചേ, അവര് നടന്നു വരുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാകും, ഹോയ് ഹോയ് എന്നുള്ള ശബ്ദം. ഇപ്പം അങ്ങനെ ഉണ്ടാക്കി ആ കൊച്ചുങ്ങൾ നിന്നെ തേമ്പും. ഹോയ് ഹോയ് എന്ന് പറഞ്ഞ പിള്ളേർ നല്ല മിണ്ടാതെ അങ്ങനെ അതിലേക്കിടക്കെ പൊക്കോണം. പണ്ട് കാലത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ താഴേക്കിടയിൽ പെട്ടവര് ഓടി മാറിക്കോണം. നായര് ഇത്രയടി, ഈഴവർ ഇത്രയടി, പുലയർ ഇത്രയടി, പറയർ ഇത്രയടി, അങ്ങനെയൊക്കെ തരംതിരിവായിരുന്നു താഴേക്കിടയിലുള്ളവര്. പിന്നെ ആ ഇത്രയടിക്ക് മാറിയില്ലേ വേറെ അടി, അതിന് വേറെ ആളിനെ നിർത്തിയിട്ടുണ്ട്. അയിത്തം. അപ്പൊ പട്ടിക്കും പന്നിക്കും എല്ലാം റോഡിൽ കൂടെ വഴി കൂടെ നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്മയുടെ വീട്ടിൽ ഞാനിരിക്കുക, അമ്മയുടെ മോളും ഉണ്ട്. അമ്മയ്ക്ക് നല്ല പ്രായമായി. അപ്പം ഒരിക്കലും ഒരു അപ്പൻ ഇതിലെ നടന്നു പോയപ്പം പുള്ളി ഇങ്ങനെ കൂനി പോവുക, തീരെ വയ്യ, ഇങ്ങനെ പോവുക പിച്ച. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അങ്ങേരെ എവള് പോളക്കകത്ത് തള്ളിയിട്ടതാണ്. അയ്യോ, ഞാൻ പറഞ്ഞത് തന്നെ അക്രമമാണ് കാണിച്ച്. അല്ല, അക്രമമല്ല. ഞാൻ ചോദിച്ചാൽ അത് പറയാം. അപ്പോൾ ഈ പിച്ച നടന്നു പോകുന്ന പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് അന്നൊരു 95 വയസ്സെങ്കിലും കാണുമായിരിക്കാം. ഇതൊരു 30 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് 95, ഇപ്പം കൂട്ടിക്കും 125 വയസ്സ് ഇപ്പം ജീവിച്ചിരുന്നാൽ കാണും. അപ്പം അദ്ദേഹം ഇങ്ങനെ പതുക്കെ പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പാവം മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പാവം, അയാളെ ഇവള് പോളക്കകത്ത് തള്ളിയിട്ടതാണ്. ഞാൻ പറഞ്ഞു, എന്തോ അക്രമമാണ് കാണിച്ച്. അക്രമമല്ല, അതിന് അയാള് എന്നെ പണ്ട് അടിച്ചതാണ്, അയിത്തവാന്നും പറഞ്ഞു. അയാള് നാട്ടിലൊരു ഇവര് പിന്നെ പറഞ്ഞു തരാം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ചരിത്രം അമ്മ മോളോട് പറഞ്ഞു കൊച്ചിലെ. അപ്പൊ അയാൾ ഒരിക്കൽ നടന്നു വന്നപ്പോൾ ഓടിച്ചെന്ന് തെള്ളി അയാളെ പോളക്കാത്ത. അല്ല, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അതുങ്ങളെല്ലാം ചത്ത്, തള്ളിയിട്ടവളും ചത്ത്, തള്ളയും ചത്ത്, അയാൾ നേരത്തെ ചത്ത്. ഇപ്പൊ എനിക്കൊന്നും ജീവിച്ചിരിക്കുന്ന ഞാനേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ അയിത്തമുള്ള കാലമുണ്ട്. അടുക്കാനൊക്കത്തില്ല, വലിയ വലിയ തമ്പുരാക്കന്മാരുടെ വീട്ടിൽ കയറാനൊക്കത്തില്ല, ജോലി ചെയ്താൽ കൂലി ചോദിച്ച് ചെല്ലാനൊക്കത്തില്ല. പാടാൻ എനിക്ക് ഇന്ന് കൂടെ ഉള്ളവരില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ വായിക്കുകയായിരുന്നേ നല്ലതായിരുന്നു. എന്നാലും എങ്ങനെയാന്നുള്ളതാ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. നിങ്ങൾ അവിടെ ഇരുന്നു, അടുത്ത പാട്ടിന് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ പാട്ട് തീരും. പിന്നെ അവിടെ പോകും. അപ്പം അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. മോന് ഒരു കസാരയിട്ട് അവിടെ ഇരുന്നു. ഞാൻ നിർത്തി, ഞാൻ അടുത്തേന്. അപ്പൊ ശ്രദ്ധിക്കുക, കൂലി ചോദിച്ച് ചെല്ലാനൊക്കത്തില്ല. ഇതുപോലെ വെള്ള വസ്ത്രമൊന്നും ധരിച്ച് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാൻ പാടില്ല. ഏതാ അയിത്തമുള്ള കാലത്ത് എല്ലാവർക്കും. അമ്മമാർക്ക് മാറ് മറക്കാനൊക്കത്തില്ല. പള്ളിക്കുടുത്ത് കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. ആശുപത്രിയിൽ എല്ലാവർക്കും ഒന്നും ചെന്ന് കയറാനൊക്കത്തില്ല അയിത്തമുള്ള കാലത്ത്. ഡോക്ടറുടെ ഒക്കെ ചെന്നിരിക്കാനോ സംസാരിക്കാനോ കുടൽ വെച്ച് പരിശോധിക്കാനൊന്നും ഒക്കുകയല്ല. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എല്ലാ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ചാന്നാർ ലഹളയൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പൂവത്തൂര് ലഹള, അത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്ന
സമര കാര്യങ്ങളൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ദൈവത്തിന് മഹത്വം. കണ്ടൻകുമാരൻ, പണ്ഡിറ്റ് കറുപ്പന്, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ ഇതിന് വൈകുണ്ഠസ്വാമി. അതെ, അപ്പം ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം ഈ ഭാഗം നന്നായിട്ട് അറിയാം. ഇതിനെതിരെ നന്നായിട്ട് പടവാളോങ്ങിയവരാ. വിശേഷിച്ച് എൻ കുമാരനാശാൻ ഇതിനെതിരെ ശക്തമായിട്ട് തൂലിക ചലിപ്പിച്ച ആ ശ്രേഷ്ഠ മനുഷ്യൻ എൻ കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാ ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ. ഈ അവസ്ഥയെല്ലാം കണ്ട അതിനകത്തൊക്കെ ധാരാളം നല്ല വരികൾ കുറിച്ചു വച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പൊ ജാതി കോമരങ്ങളൊക്കെ കലിതുള്ളി ആടി ഉറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഇരുണ്ട കാലഘട്ടം, പ്രാതാലയം എന്നൊക്കെ ചിലർ വിളിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. ഇപ്പോഴും ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക പ്രാന്ത് പോയിട്ടില്ലെന്നാണ്. അതെ, ഇപ്പോഴും ചില കാര്യങ്ങൾ പത്രത്തിലും മറ്റ് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അയ്യോ ഭ്രാന്തൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ വിളിക്കണമെന്ന് തോന്നിപ്പോകുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യാസം വരുത്തുവാൻ ഇടയാക്കിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഒക്കൂ. ആട്ടെ, ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്ത മാർഗമാണ് സുവിശേഷം. അജ്ഞതയിൽ കടന്ന ജനത്തിന് ജ്ഞാനമുണ്ടാക്കിയ മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രിയിലും ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഒന്ന് രണ്ട് കാര്യം കൂടെ ചേർന്ന് പറഞ്ഞേച്ചെടുത്ത വാക്യത്തോട് കൂറു പുലർത്താം. ഈ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? സുവിശേഷം യേശുക്രിസ്തു വചനമാണ്. ആ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 ഒന്ന് വായിച്ചു. മർക്കോസ് 1:14-15. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യങ്ങളാ. ഒന്ന് മാനസാന്തരം. മാനസാന്തരം എന്തുവാ ഈ മാനസാന്തരം? മാനസാന്തരം പറഞ്ഞാൽ പള്ളി പണിത് കൊടുക്കുന്നതല്ല, പെന്തിക്കോസ് ഹോള് പണിത് കൊടുക്കുന്നതല്ല മാനസാന്തരം. നടുപ്പിത്തി തട്ടിയേച്ച് തമ്പേറിട്ട് അടിക്കുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാതെ നടക്കുന്നതല്ല. ചിലക്ക് മാനസാന്തരപ്പെട്ടാ പിന്നെ ആരോടും മിണ്ടുകയല്ല. എന്നാ പറ്റി? മാനസാന്തരപ്പെട്ടു. ചിലക്ക് മാനസാന്തരപ്പെട്ട അയലത്തുകാരോട് പിന്നെ മിണ്ടുകയല്ല. ചിലര് മാനസാന്തരപ്പെട്ട സഹോദരങ്ങളുമായിട്ട് യോജിപ്പില്ല. ചില മാനസാന്തരപ്പെട്ട് സഭയിൽ വന്നാലും എല്ലാവരോടും മിണ്ടുകയല്ല. അത് മാനസാന്തരമല്ല, നിനക്ക് വട്ടാണ്. എന്തുവാ ഈ മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു നിർവചനം തന്നാൽ തിരിഞ്ഞു വരിക എന്നുള്ളതാ. തിരിഞ്ഞു വരണം. 3:19 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരണം. നേരത്തെ പോയതുപോലെ പോകരുത്, നേരത്തെ ജീവിച്ച പോലെ ജീവിക്കരുത്, നേരത്തെ പറഞ്ഞതുപോലെ പറയരുത്, നേരത്തെ പ്രവർത്തിച്ചതുപോലെ പറയരുത്. തിരിഞ്ഞു വരണം. സുവിശേഷം കേട്ടാൽ നടക്കുന്ന ഒന്നാമത്തെ കാര്യം മാനസാന്തരമാണ്. നേരത്തെ മദ്യപിച്ചെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ അന്നത് നിർത്തി. അല്ലാതെ 2 കുപ്പി കുടിക്കുന്ന ആളാ മാനസാന്തരപ്പെട്ടപ്പോ 1.5 ആക്കി. കുപ്പി മാറുന്നതല്ലല്ലോ മാനസാന്തരം. നേരത്തെ ബ്രാൻഡിയായിരുന്നു, ഇപ്പം ബിസ്കി. അതാണോ മാനസാന്തരം? നേരത്തെ ഗ്രൗണ്ടിലിരുന്ന് കുടിക്കും, ഇപ്പം പള്ളി വന്ന് കുടിക്കും. അതാണോ മാനസാന്തരം? അല്ല. തിരിഞ്ഞു വരിക, തിരിഞ്ഞു വരണം. സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞു, നേരത്തെ ജോലി പോക്കറ്റ് അടിയായിരുന്നു. പണ്ട് എല്ലാവരുടെയും പോക്കറ്റ് അടിക്കും. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പം വിശുദ്ധന്മാരുടെ പോക്കറ്റ്. അതാണോ മാനസാന്തരം? അവിടെ ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. തിരിഞ്ഞു വരണം.
മാനസാന്തരം പറഞ്ഞാൽ വഷളത്വം വിടുക എന്നുള്ളതാ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചേ. വഷളത്വം വിടണം, അതാ മാനസാന്തരം. വായിച്ചേ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതിൽ അല്ലായ്ക കൊണ്ട്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ്ക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്കും പങ്കും ഓഹരിയുമില്ല. ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. അടുത്തത്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട്. വഷളത്വം വിടുന്നതാ മാനസാന്തരം. വഷളത്വം വിടണം. ഒരുവന് ശരിയായ മാനസാന്തരം വന്നാൽ നേരത്തെ ജീവിച്ച രീതി നിർത്തുക. മദ്യപാനമാണ് അത് നിർത്തുക, പുകവലി നിർത്തുക, ലഹരി പദാർത്ഥങ്ങൾ നിർത്തുക, സിനിമ കാണുന്നുണ്ടെങ്കിൽ നിർത്തുക, ചീത്ത പറയുന്നത് നിർത്തുക, അടിപിടി, ഉന്തും തള്ളും, കേസ്, കോടതി, വഴക്ക്, അതെല്ലാം നിർത്തി. അതാ മാനസാന്തരം. ഇത് മാനസാന്തരപ്പെട്ടിട്ടും പ്രാർത്ഥിച്ച് കേസ് കൊടുക്കുക. നേരത്തെ പ്രാർത്ഥിക്കാതെ കേസ് കൊടുക്കുന്നു, മാനസാന്തരപ്പെട്ടപ്പം മിണ്ടുന്നില്ല. മാനസാന്തരപ്പെടുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിക്കുക. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചേച്ചാ അടിക്കുന്നേ. അതാണോ മാനസാന്തരം? മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാ മിണ്ടാനാ? മാനസാന്തരപ്പെടുന്നതിന് മുന്നേ കണ്ണ് പൊട്ടുന്ന തെറി. ഇപ്പൊ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ കട്ടിക്കുള്ളതില്ല, കട്ടി കുറഞ്ഞ്. അതാണോ മാനസാന്തരം? വഷളത്തെ മുഴുവൻ വിടണം. നേരത്തെ ഒന്നും ഇനി പാടില്ല. അതാ മാനസാന്തരം. നേരത്തെ പോയ വഴി കൂടെ പോകരുത്. ഞാന് പണ്ട് ഒരു യാത്ര പോയപ്പോ രാവിലെ ബസ്സിൽ കയറി ഒരു പ്രായമുള്ള അപ്പച്ചനും കയറി. ബസ്സില് ട്രാൻസ്പോർട്ട് ബസ്സില്ല. അന്ന് ഒറ്റ വാതിലേ ഉള്ളൂ, ഏറ്റവും പുറകില്. ഇപ്പം ഫ്രണ്ടിലുമൊക്കെ വാതിലുണ്ട്. അപ്പച്ചനും കയറി ഉടനെ അപ്പച്ചൻ പറഞ്ഞു, സാറേ എന്നെ പുത്തോളപ്പടി ഇറക്കണം. സാറ് പറഞ്ഞിറക്കാം. അപ്പച്ചൻ പ്രായമുള്ള ആളാ, തല നിറച്ച് എണ്ണയൊക്കെ വെച്ച് രാവിലെ കയറിയതാ ബസ്സിൽ. അപ്പം ആ സൈഡ് സീറ്റിലിരുന്നു. വണ്ടിയിൽ അധികം ആളില്ല. അപ്പച്ചൻ കയറിയ സമയത്ത് ഞാനും ഉണ്ട്, വേറെ ചിലരുണ്ട് വണ്ടിക്കകത്ത്. വണ്ടി അങ്ങോട്ട് വിട്ടു. രാവിലത്തെ യാത്രയും നല്ല കാറ്റും. അപ്പച്ചൻ തല നിറച്ച് എണ്ണ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞാൽ കയറിയത്. ഈ കാറ്റും സുഖകരമായ യാത്ര. അപ്പച്ചൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞ കണ്ടക്ടർ പിന്നെ ആൾക്കാർ ധാരാളം കയറിയുമ്പോൾ പുള്ളി മറന്നും പോയി. അപ്പച്ചൻ ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞു, പുത്തോളപ്പടിയും കഴിഞ്ഞ് കല്ലുമൂടും കഴിഞ്ഞ് കാരാഴിമ ചെന്നു. അപ്പം അന്നേരം അപ്പച്ചൻ കണ്ണ് തെളിച്ച് ആരാനോട് ചോദിച്ചു, എവിടെ കാരാഴിമയായി? ഉയ്യോ. അന്നെ അപ്പച്ചൻ പറഞ്ഞ അടിക്ക് സാറേ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ബെല്ലടിച്ചു. വണ്ടി കൊണ്ട് നിർത്തി. എങ്ങും അല്ലാത്തൊരു സ്ഥലത്താണ് നിർത്തിയത്. അപ്പൊ അപ്പച്ചൻ ശോഭിച്ചു, രൂക്ഷമായിട്ട് വർത്താനം പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞിടൂ, തന്നോടല്ലോടോ പറഞ്ഞത് എനിക്ക് പുത്തോളപ്പടി ഇറങ്ങണമെന്ന്. താൻ എന്നെ ഇവിടെ കൊണ്ടിറക്കി. ഞാൻ ഈ പ്രായമുള്ള ഞാൻ എന്തോ ചെയ്യും? പിന്നെ അപ്പച്ചൻ പിന്നെ അങ്ങ് ഈ കണ്ടക്ടർ ബുദ്ധിമാനാ, ഒന്നും മിണ്ടിയില്ല. അബദ്ധമായല്ലോ. അപ്പൊ അപ്പച്ചൻ അവിടുന്ന് പറഞ്ഞുകൊണ്ട് വരുക. കണ്ടക്ടറെ നന്നായിട്ട് പറയുന്നുണ്ട്, ആരും മിണ്ടുന്നുമില്ല. ഇങ്ങനാന്നോടോ പ്രായമുള്ളവരോട് ഇടപെടുന്ന, താനും മര്യാദ കടലിലൂടോ കാണിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം കണ്ടക്ടർ ബുദ്ധിമാനായതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അപ്പച്ചനിതെല്ലാം പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് കണ്ടക്ടറോട് പറഞ്ഞു, ഒരു ഭാഷ പറഞ്ഞു ഞാനിനി പുറകോട്ട് നടക്കണമല്ലോടോ ഡാഷ്. അതാ എനിക്കത് പറയാൻ പറ്റുമോ? അപ്പം ഞാനിനി പുറകോട്ട് നടക്കണമല്ലോ എന്ന്. എന്നിട്ടും കണ്ടക്ടർ ഒന്നും മിണ്ടിയില്ല. പ്രായമുള്ള അപ്പച്ചനല്ലേ, 10-85 കാണുമായിരിക്കും. അപ്പം പിടിച്ചപ്പച്ചനെ ഇറങ്ങി അങ്ങോട്ട് ഇച്ചിരി നീങ്ങി നിന്നപ്പം ബെല്ലടിക്കുന്നതിന് മുന്നേ കണ്ടക്ടർ പറയുക അപ്പച്ചനോട്, അപ്പച്ചാ, പുള്ളി വലിയ രസികനാ, അപ്പച്ചാ ഈ 10-55 എന്ന ഈ സമയത്ത് 85ഓളം കാണും. അതിനെ പുള്ളി ഒരു കണക്ക് പറഞ്ഞു. ഈ 10-55 വയസ്സായ ഈ സമയത്ത് തുരുതുരാന്ന് വണ്ടി വരുന്ന മെയിൻ റോഡിൽ കൂടെ അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്, അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കാൻ. അതാ മാനസാന്തരം. നമ്മളെല്ലാം പുറകോട്ട് നടക്കുക അല്ലല്ല, തിരിഞ്ഞേച്ച് മുന്നോട്ട് പോകണം. അതാ തിരിഞ്ഞു വരിക, വഷളത്വം വിടുക. ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം ഒത്തിരി വഷളത്വങ്ങൾ പ്രവർത്തിച്ചവരും കാണിച്ചവരുമാ. എന്നാൽ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വഷളത്വം വിടണം. അതാ മാനസാന്തരം. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ഈ സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും.
അതിന് ഏറ്റവും നല്ല മാനസാന്തരത്തിന് ഉദാഹരണം സക്കായിയ. യേശു വീട്ടിൽ വന്നു. യേശുവിനെ ഒന്ന് കാണാൻ പുള്ളിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി, നീളക്കുറവായതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ പുള്ളിക്ക് ഒരു ആഗ്രഹം ഒന്ന് കണ്ട എങ്ങനെയുള്ളവൻ. കേട്ടിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, മുടന്തര് നടക്കുന്നു, കുരുടർക്ക് കാഴ്ച, ചെകിടര് കേൾക്കുന്നു, ഊമര് സംസാരിക്കുന്നു, ആമൻ മരിച്ചവൻ ആമൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കേട്ട കേൾവി വെച്ച് എങ്ങനെയുള്ളവനെന്ന് കാണാൻ പുള്ളി മുന്നോട്ടോടിയെങ്കിലേ കാണാൻ പറ്റൂ. മുന്നോട്ടോടി കാട്ടത്തിമേ കയറിയിരുന്നു. യേശു നടന്നു വന്ന സൂക്ഷം അവിടെ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കിയച്ച് പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ഞാനെപ്പോഴും പറയും യേശു പ്രോഗ്രാം ചെയ്ത് യെരുശലേമിലോട്ട് പോവുക, എന്നാലും അന്ന് രാത്രി പ്രോഗ്രാം അങ്ങനെയൊക്കെ ദൈവം ചെയ്യും. നല്ല ആഗ്രഹത്തോടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില പ്രോഗ്രാം ചെയ്യും. ഇന്ന് രാത്രിയും ചെയ്യും. കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് ചിലത് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും നല്ല മനസ്സോടെ അവിടുത്തെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില പ്രോഗ്രാം ചെയ്യും. വരുത്തുമെന്ന് പറഞ്ഞത് അനുദപിച്ചപ്പോൾ മാറ്റിയല്ലോ, ചേഞ്ച് ചെയ്യും. പുള്ളിക്ക് അന്നേരം അങ്ങ് അരിശമായി. ചുരുക്കി പറഞ്ഞാൽ യേശു പറഞ്ഞു ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. സക്കായിയുടെ വീട്ടിൽ വന്നു. ഭയങ്കര മാനസാന്തരമായിരുന്നു സക്കായിക്ക്. വന്ന ഉടനെ ഈ സക്കായി പറഞ്ഞു, ഗുരു നമുക്കൊരു കൺവെൻഷൻ വെക്കണമെന്നല്ല പറഞ്ഞു, നമുക്കൊരു ക്രൂസൈഡ്, ഏതായാലും ഗുരുവിനെ പരുവത്തിന് കിട്ടിയാൽ നമുക്ക് ഒരു ക്രൂസൈഡ് വെക്കാം. അങ്ങനൊന്നും അല്ല പറഞ്ഞ്. സക്കായിക്ക് മാനസാന്തരമാണ് പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. നമുക്ക് മാനസാന്തരം വരുമ്പം ദരിദ്രന്മാരെയും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കാനിരിക്കുക. അതാ നമ്മുടെ മാനസാന്തരം. പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. പിന്നെ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4. ഇതാ മാനസാന്തരം. ചിലര് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും ചതിവ് ചെയ്തതിനൊന്നും ഒരു മാനസാന്തരം വരുന്നില്ലല്ലോ. ചേട്ടനെ അനിയനെയും പെങ്ങളെയും കളിപ്പിച്ച് ആധാരം കൈക്കലാക്കിയില്ലേ, എന്നിട്ട് മാനസാന്തരം വല്ലതും വന്നോ? ചേട്ടന് കൊടുക്കേണ്ടത്, അനിയന് കൊടുക്കേണ്ടത്, പെങ്ങൾക്ക് കൊടുക്കേണ്ടത്, സഹോദരങ്ങൾ കൊടുക്കേണ്ടത് കളിപ്പിച്ച് അപ്പം ജാകാറായി കിടന്നപ്പം വിരൽ അമക്കി ഒപ്പിട്ടില്ലേ? മിണ്ടുന്നില്ല ആരും. കളിപ്പിച്ച് മേടിച്ചില്ലേ? ആരും മിണ്ടുന്നില്ല. അല്ല, അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോ? അങ്ങനെ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒക്കുന്നെങ്കിൽ അവരുടെ അടുക്ക ചെല്ലണം. ഇല്ലേ ഫോൺ വിളിച്ച് പറയണം, അടുത്ത ആഴ്ച തന്നെ തിരിച്ചെഴുതി തരിക. അതാ മാനസാന്തരം. അല്ലാതെ സ്വോത്രകാഴ്ച ഇടുകയല്ല. സ്വോത്രകാഴ്ച ഇടണം, അത് വേറെ കേസ്. ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിക്കരുത്, ചതിക്കരുത്. അതിനെപ്പറ്റി അനുതാപം ഉണ്ടായിരിക്കണം, മനസ്താപം, പശ്ചാത്താപം വരണം. അതാ മാനസാന്തരം. എനിക്കറിയാം ധാരാളം ആൾക്കാരെ, മാതാപിതാക്കളെ അന്വേഷിക്കാത്തവരുണ്ട്, ഒരു മാനസാന്തരവും ഇല്ല. അപ്പനെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളുക. അവൻ നോക്കട്ടെ, അവള് നോക്കട്ടെ, അവള് നോക്കട്ടെ. എങ്ങനെയുണ്ട്? അപ്പനും അമ്മയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. പക്ഷെ 2 പേര് അപ്പനും അമ്മയും. അവർക്ക് 2 പേർക്കും 8 മക്കളെ നോക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളിയില്ല. പക്ഷെ 8 മക്കൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരെ തള്ളുക. 2 പേര് 8 മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയില്ല. പക്ഷെ 8 മക്കൾ ചേർന്ന് ഇപ്പൊ അപ്പനെ അമ്മ എന്നാ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നേ. ഇത്ര കേസൊക്കെ ഇതിനകത്ത് കാണും. അതാ പമ്മി ഇരിക്കുന്നത്. നാളെ തുള്ളിക്കോ, ഇന്ന് തുള്ളുകൊന്നും വേണ്ട, അടങ്ങിയിരിക്കും. ചില തുള്ളാനായിട്ട് ഇങ്ങനെ ഓങ്ങി വരുന്ന ഞാൻ കണ്ടു. ഇന്നിപ്പോ തുള്ളണ്ട, ശാന്തമായിട്ടിരിക്കും. നിങ്ങളിപ്പോ യോഗം കഴിയുമ്പോൾ പറയുമായിരിക്കുന്ന ഒരു ഉണർവില്ലായിരുന്നെന്ന്. അത് പറയും. ശരിക്കും മാനസാന്തരം ഉണ്ടാകണം എനിക്കും നിങ്ങൾക്കും. ആട്ടെ, ശരിയായ സുവിശേഷം കേട്ടാൽ മാനസാന്തരപ്പെടും. 2, ശരിക്കുള്ള സുവിശേഷം കേട്ടാൽ രണ്ടാമത് നടക്കും സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8:35 മുതൽ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി.
അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം സ്നാനമേൽക്കുന്നതിന് എന്താ വിരോധം എന്ന് പറഞ്ഞു. പശ്ചാത്തലഭാഗം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ യെരുശലേമിലെ പള്ളിയിൽ പോയച്ച് ആരാധന കൂടി വെച്ച് തിരിച്ചു വരിക. മൊബൈലിൽ കളിക്കുകയല്ല, വേറെ പുസ്തകം വായിക്കുക. നമ്മളെല്ലാം ഇത് കഴിഞ്ഞാലും പാസ്റ്റർമാര് തന്നെ സ്റ്റേജായിരുന്നു മൊബൈൽ. ഇവിടെ പിന്നെ കുഴപ്പമില്ല, വേറെ പുസ്തകം നോക്കുക. ചിലര് അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ മെസ്സേജ് വിടുന്നു. ചിലര് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പറയാം യോഗമാ ഞാൻ പിന്നെ വിളിക്കാം. എങ്ങനെ ഉണ്ട്? എന്നോട് ആര് പറഞ്ഞു യോഗത്തിന് വരാൻ? ഇവിടെ സ്റ്റേജിലിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേജ്. പിന്നെ ഞാൻ ചെല്ലുന്നിടത്തൊന്നും അങ്ങനെ ചിലർ അങ്ങനെ പൊതുവിൽ പറഞ്ഞാൽ ഞാൻ പറയുകയും ചെയ്യും. ഏത് പൊന്നുമോനാണെങ്കിലും പറയും മര്യാദയ്ക്ക് ഇരിക്കടാന്ന് പറയും. പറയും. അത്ര ബിസി ഉള്ളവർ വരാതിരിക്കുന്നതാ. അവരെന്തിനാ വന്നിരിക്കുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ചോദിച്ചാൽ മതി. ശുശ്രൂഷയ്ക്ക് കയറിയാൽ തൊടുകയല്ല അതിൽ. എത്ര ഉന്നതം വിളിച്ചാലും പറയും യോഗം കഴിഞ്ഞ് വിളിക്കാൻ പറയും. ചെല്ലു പറയാം എന്നെ എടുക്കാത്ത. ഞാൻ പറയാം യോഗത്തിനിരിക്കുമ്പം ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. സഭായത്തിന് അത് കൂടുതൽ ഇന്ത്യയിലെ പ്രഥമ പൗരനാണല്ലോ. അദ്ദേഹം വിളിച്ചാലും സഭായത്തിനാന്നേ എടുക്കുകയല്ല. സഭായം കഴിഞ്ഞ് മിണ്ടുന്നില്ലാരും. മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം. ദൈവത്തെ ഭരിക്കണം. അതെ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചില ഇവിടെ പാട്ടുകാർ ചില പാട്ടുകാരും അവരുടെ പരിപാടി കഴിഞ്ഞ് വെച്ച് പിന്നെ മെസ്സേജ് വീഡിയോയിലും പിന്നെ പല പരിപാടികളാണ്. നമ്മൾ ചോദിക്കും പറയും പാട്ട് നോക്കുകയാണ്. പിന്നെ പാട്ടറിയാൻ മേലാത്ത നീ എന്തിനാ പാടാൻ വന്നേ? പാട്ടൊന്നും നോക്കുകയല്ലെന്ന്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഞാൻ പൊതുവിലായി പറയുന്നത്. അല്ല പാസ്റ്റേഴ്സും അങ്ങനെ പാടില്ല. ഒരാരാധനയ്ക്ക് പ്രാർത്ഥിച്ചാരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ ആ സന്നിധി ബോധത്തോടിരിക്കണം. നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരെ അങ്ങനെ പോയാൽ ഞാൻ പിന്നെ റൂട്ട് മാറിപ്പോകും. നിങ്ങൾ പറയും പുള്ളിക്ക് ഇളക്കാൻ തുടങ്ങിയാൽ റൂട്ട് മാറുന്നെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. അപ്പൊ ശ്രദ്ധിച്ചേ, ഷണ്ണൻ യാത്ര വന്നപ്പോൾ തിരുവെടുത്ത് വായിച്ചുകൊണ്ട് വരിക. തിരുവെടുത്ത് യെശയ്യാ പ്രവചനമാണ്. അപ്പൊ പീലിപ്പോസിനോട് പറഞ്ഞു അങ്ങോട്ട് നിർജ്ജന സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു. ചെന്നു, ചേർന്ന് കിടക്കാൻ പറഞ്ഞു. നടന്നു, നേരെ കയറാൻ പറഞ്ഞു. കയറി നോക്കിയപ്പോൾ പുള്ളി വായിക്കുക. എന്തുവാ വായിക്കുന്നത്? തിരുവെടുത്ത്. ഏത് ഭാഗമാ? യെശയ്യാ പ്രവചനം. എന്തുവാ? അറുക്കാനുള്ള ആടിനെ പോലെ അതാ വായിക്കുന്നത്. അപ്പൊ ചോദിച്ചു വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ അതോ ഇങ്ങനെ അങ്ങ് വായിച്ചു വിടുകയാണോ? ചുമ്മാ അങ്ങ് വായിച്ചു വിടുന്ന ആൾക്കാരുണ്ട്. അങ്ങ് വായന തന്നെ. വായനക്കാരെന്നാ പറയുന്നത്. വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? പുള്ളി പറഞ്ഞു ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ പൊരുൾ തിരിച്ചു കൊടുത്തു. ആ പൊരുൾ തിരിച്ചു കൊടുത്തത് യേശുവിനെ പറ്റിയാ. വായിച്ച ആ വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്തത് അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ അപ്പോൾ സുവിശേഷം അറിയിച്ചു. യേശുവിനെ പറ്റിയുള്ള സുവിശേഷം. യേശുവിനെ പറ്റി. അച്ചായൻ കൂടെ എഴുന്നേറ്റ് പോകുന്നല്ലോ. മുമ്പേ ഒന്ന് പോയായിരുന്നു. മിന്ത് കയറിയതാ. എൻ്റെ വായിലും കയറി. ഞാനങ്ങ് വിഴുങ്ങി. അല്ല എന്നാ ചെയ്യാനാ? അപ്പൊ ശ്രദ്ധിച്ചേ, യേശുവിനെ പറ്റി അവൻ സുവിശേഷം അറിയിച്ചു. ഞാൻ മിന്ത് വിഴുങ്ങി. 3-4 വിഴുങ്ങി. പിന്നെ എനിക്കിപ്പോ ഇവിടെ ഒന്ന് തുപ്പാൻ പറ്റുമോ? അപ്പൊ ശ്രദ്ധിക്കുക, യേശുവിനെ പറ്റി സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ പീലിപ്പോസിനോട് ഷണ്ണം പറയാതെ വെള്ളം. അയിനാ എനിക്ക് സ്നാനപ്പെടണം. അയിനാ ഞാൻ സുവിശേഷം കേട്ടു. അതിന് സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. അതെന്തോ സ്നാനമാ? വെള്ളം തളികയല്ല ചെറിയാച്ച, വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളം കുടഞ്ഞ് ഇങ്ങനെ മെഴുക്കിയെടുക്കുകയല്ല. രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങണം. ഫിലിപ്പോസും ഷണ്ണനും വെള്ളത്തിൽ ഇറങ്ങി. യേശുവും യോഹന്നാനും വെള്ളത്തിലായിരുന്നു. വെള്ളത്തിലെന്നല്ല,
അല്ല, അത് വെച്ച് പറഞ്ഞ വെള്ളത്തിൽ അനീഷ്കാവാലം പറഞ്ഞല്ലോ രണ്ടുപേരും വെള്ളത്തിലായിരുന്നെന്ന്. ജലാശയത്തിൽ ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. നിമജ്ഞന സ്നാനം, മുഴുകൽ, വെള്ളത്തിൽ മുങ്ങണം, അതാ ശരിയായ സ്നാനം. അപ്പൊ ശരിയായി സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും, തിരിഞ്ഞു വരും. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതാ സുവിശേഷം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനോ പെന്തിക്കോസിൽ ചേരാനല്ല, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സ്നാനമോ ഇത് ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ കൽപ്പനയാ. ഇന്ന് രാത്രി അനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ളവരെ ദൈവം ആശീർവദിക്കും. അപ്പൊ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയാ, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? എല്ലാരും സുവിശേഷം കേൾക്കണം. സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്നാ? സർവ്വജനത്തിന് സന്തോഷമുണ്ടാകും. ആ സുവിശേഷത്തിൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, മാനസാന്തരം നടക്കും. രണ്ട്, സ്നാനം നടക്കും. മൂന്ന്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44 മുതൽ വായിച്ച് സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? വായിക്കും. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ശരിയായി സുവിശേഷം കേട്ടാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. ആത്മസ്നാനത്തിൽ ദൈവത്തെ ആരാധിക്കും. അതാ സുവിശേഷം. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്ന് പുള്ളിക്ക് പോകാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും ചില ഭവനങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഉണ്ടെന്നില്ല, ഉണ്ട്. പിന്നെ എന്നാൽ ചിലടത്ത് പോകാൻ നമുക്ക് നല്ല ഉത്സാഹമാകാം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ഒന്നാം പ്രതി ഞാനാ. ചിലടത്ത് പോകാൻ നമുക്ക് നല്ല പിന്നെ ഉത്സാഹമാണ്. ചിലടത്ത് പോകാൻ നമുക്ക് മടിയാ. പത്രോസിനും ഉണ്ടായിരുന്ന അങ്ങനത്തെ ദീനമൊക്കെ ഉണ്ട്. താക്കോലുമൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ദീനത്തിന് കുറവൊന്നും. താക്കോലൊക്കെ കൊടുത്തതല്ലേ സ്വർഗരാജ്യത്തിന്റെ. താക്കോലുണ്ടെങ്കിലും പുള്ളിക്ക് ഇച്ചിരി ദീനമൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി അങ്ങോട്ട് പോകുകയില്ല. അതിനാ തുപ്പട്ടി ഇറക്കി കാണിച്ചത്. എന്തായാലും കൊള്ളാൻ, കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. അവര് പറഞ്ഞു ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്, കേൾക്കാനിരിക്കുക. അടുത്ത വാക്യത്തുണ്ട്, പത്രോസ് വാ തുറന്ന് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് യേശു ക്രിസ്തുവിനെ പറ്റി വിസ്തരിക്കുന്നില്ല, നന്നായിട്ട് പറഞ്ഞു. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ശരിയായി സുവിശേഷം കേട്ടാൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും, പരിശുദ്ധാത്മാവ് വരും. ആത്മസ്നാനത്തിൽ അവർ അന്യഭാഷ പറഞ്ഞെന്നാ അങ്ങനെ അടിച്ചേക്കുന്നല്ലയോ? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും നിന്നില്ല. ഇപ്പൊ ഒന്നും നിൽക്കത്തുമില്ല. നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. നമ്മളിപ്പോ തർക്കിക്കൊന്നും വേണ്ട. അവർ പറയും നിന്നു, നമ്മൾ പറയും നിന്നില്ല. നിന്നെന്ന് തെളിയിക്കാം, നിന്നില്ലെന്ന് തെളിയിക്കാം. എനിക്ക് തർക്കിക്കാനൊന്നും നേരമില്ല. പക്ഷെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാൻ നിന്നിട്ടില്ല. ഇതാരുടെയും കുത്തകയൊന്നുമല്ല. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം തരും. ഇതാരുടെയും കുത്തിക്കെട്ടി മാറ്റിയിട്ടേക്കല്ല ചോദിക്കുമ്പോൾ എടുത്ത് എറിയാൻ. അങ്ങനെയൊക്കെ ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാ പിടിച്ചോളാൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ പോക്കറ്റ് ഇരിക്കല്ലോ. ഉടനെ അത് കയറി പിടിക്കുന്ന ആൾക്കാരുമുണ്ട്. യോ മട്ട് കേസ്, പിടിക്കാമെങ്കിൽ പിടിച്ചോളാൻ. നിങ്ങൾ ആരും ഇതൊന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ട് പദം വന്നിരിക്കും. ഇതാരും കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഒന്നുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ഞാൻ എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണം. അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് നിർത്തുക ദൈവത്തിന്. കാരണം ആരംഭ ദിവസമായതുകൊണ്ടാണ് ഞാൻ ആ നിലയിലെ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചത്. നമുക്ക് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി പെട്ടെന്ന് നിർത്താം. വായിച്ചേ. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്നാ? സർവ്വജനത്തിനും സന്തോഷം. ആ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ നടക്കും? ഒന്ന്, മാനസാന്തരം. രണ്ട്, സ്നാനം. മൂന്ന്, പരിശുദ്ധാത്മാഭിഷേകം. ഇത് നടന്നിരിക്കണം സുവിശേഷം കേട്ടാൽ. അത് നടക്കുന്നെങ്കിൽ ആ സുവിശേഷമായി ശരിയായ
സുവിശേഷം. അല്ലാത്തതൊന്നും സുവിശേഷമല്ല. അല്ലാത്തതല്ല വന്നവന്റെ വിശേഷവും നാട്ടുകാരുടെ വിശേഷമാണ്. ഇതാണ് ശരിയായ സുവിശേഷം, ദൈവത്തിന്റെ മകത്ത്. ഇനി നമ്മൾ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു, എന്നാലും പുള്ളി വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ടൊന്നും. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ തന്നെ ഉന്നം വെച്ചായിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേ നാൾ കൊണ്ട് ഈ ശ്വാസം ശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. വായിച്ചേ മോനെ. മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കണ്ടോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 11:21. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, യോഹന്നാന്റെ സുവിശേഷം 4 സുവിശേഷ പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. സുവിശേഷത്തെ പറ്റി ചില കാര്യം ഓർപ്പിച്ചല്ലോ. സുവിശേഷം യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിന്റെ 4 വിശേഷതകളാ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി യേശു രാജാവാണെന്ന് തെളിയിക്കുന്നു. മർക്കോസ് ദാസരൂപം എടുത്ത ക്രിസ്തുവിനെ തെളിയിക്കുന്നു. ലൂക്കോസ് അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച മകൾ വ്യക്തിയായിട്ട് തെളിയിക്കുന്നു. യോഹന്നാൻ യേശു സമ്പൂർണ്ണ ദൈവമാണെന്ന് തെളിയിക്കുക. മറ്റ് 3 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ യോഹന്നാന്റെ സുവിശേഷം. കാരണം യേശു ക്രിസ്തു ദൈവമാണ്. മറ്റ് 3 പേരും യേശു ക്രിസ്തുവിന്റെ വിശേഷിച്ച് മത്തായി, മർക്കോസും കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും പറഞ്ഞു. അതെ, പാരമ്പര്യവും കുടുംബ പശ്ചാത്തലവും. ലൂക്കോസ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പറഞ്ഞു, ചരിത്രം നന്നായിട്ട് പഠിച്ച്. മത്തായി എഴുതിയിരിക്കുന്നത് അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. ലൂക്കോസ് യേശു മുതൽ പുറകോട്ട് വംശാവലി വന്നിച്ച് ആദാം ദൈവത്തിന്റെ മകൻ, അങ്ങനെ നിർത്തിയത്. അപ്പൊ ഇവരെല്ലാം വംശാവലി പറഞ്ഞപ്പോൾ യോഹന്നാൻ വംശാവലി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എബ്രായ ലേഖനം കൂടെ ചേർത്ത് പഠിക്കണം. അവന് പിതാവുമില്ല, മാതാവുമില്ല, ആരംഭവുമില്ല, അവസാനമില്ല. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതുകൊണ്ടല്ലേ 1-ാം വാക്യം വായിച്ചേ മോനെ. യോഹന്നാൻ 1:1. പെട്ടെന്ന് വായിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ, അതാ വംശപാരമ്പര്യം ഒന്നും പറഞ്ഞില്ല. യോസേപ്പിന്റെ മോന, മറിയയുടെ മോന ഒന്നും പറഞ്ഞില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനം ദൈവമായിരുന്നു. തുടങ്ങുന്നത് ദൈവമാണെന്നുള്ളത്. യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത യേശു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു അവൻ ജീവിക്കുന്ന ദൈവം, അവിടുന്ന് ഏക സത്യ ദൈവമാണ്. അതാ തെളിയിച്ചിരിക്കുന്നത്. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. സമയം മുൻപോട്ട് അതിക്രമിക്കുന്നില്ല. അപ്പോൾ ഏക സത്യ നിത്യദൈവമായ യേശു ക്രിസ്തു, അതാ യോഹന്നാൻ തെളിയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത ഈ കുടുംബ പശ്ചാത്തലമൊന്നും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ബാല്യം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയ കാര്യമൊന്നും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റു 3 പേരും രേഖപ്പെടുത്തിയത് പലതും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവർ 3 പേരും രേഖപ്പെടുത്താത്ത ധാരാളം കാര്യം യോഹന്നാന്റെ സുവിശേഷത്തില്ല. ദൈവം ആരാണെന്നൊക്കെ യോഹന്നാനാ തെളിയിക്കുന്നത്. അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് സ്നേഹമാണ്. അതൊന്നും അവരാരും പറഞ്ഞിട്ടില്ല.
അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് വെളിച്ചമാണ്. സ്തോത്രം. അവിടുന്ന് ജീവന്റെ അപ്പമാണ്. സ്തോത്രം. അവിടുന്ന് ആത്മാവാണ്. ഇതൊക്കെ യോഹന്നാനാ രേഖപ്പെടുക. കാരണം ദൈവത്തെ അങ്ങോട്ട് തെളിയിച്ചു തരിക. അതെന്തിനാ അവിടുന്ന് വെളിച്ചമാണെന്ന് പറയാൻ കാര്യം? ആ വെളിച്ചം പോലെ ഞാനും നിങ്ങളും ആകണം. ദൈവത്തെ പോലെ ആകണം. അതെന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ ഭീകരരൂപിയായിട്ടിരിക്കണമെന്നല്ല. ദൈവ സ്നേഹമാണ്. ഞാനും നിങ്ങളും ആ സ്നേഹമാകണം. ദൈവ സ്നേഹമാകുന്നു. ഞാൻ മൂവാറ്റുപുഴ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു ദൈവം എവിടെ, സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാ. അല്ല, മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തിലല്ല, കാരക്കുന്നം. നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ വണ്ടി കയറുന്ന കണ്ടു. ഇത്രയോ നാൾ യാത്ര ചെയ്തിട്ട് അത് കണ്ടില്ല. ഞാൻ കണ്ടു. ദൈവം സ്നേഹമാകും. അതാ. അപ്പം നമ്മൾ അങ്ങനെ ആകണം. സ്നേഹം ചീർക്കുന്നില്ല. സ്നേഹത്തിന് ഒത്തിരി വിഷയം. എല്ലാം ക്ഷമിക്കുന്നെന്നാ. എല്ലാം. പക്ഷെ നമ്മൾ പറയുന്നത് ഞാൻ എല്ലാം ക്ഷമിക്കും, മറ്റേ കാര്യം മാത്രം മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാ കാര്യവും ഞാൻ ക്ഷമിക്കും, പക്ഷെ ആ കാര്യം മാത്രം ക്ഷമിക്കത്തില്ല. അത് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ വീട്ടിൽ എന്നിട്ട് നമ്മളിരുന്ന് പാടുക സ്നേഹത്തിനാഴവും മിണ്ടിപ്പോകരുത് നീ. എല്ലാം ക്ഷമിക്കണം, എല്ലാം പൊറുക്കണം. അതാ സ്നേഹം. ഞാൻ അങ്ങനെ പോയാൽ ഒത്തിരി പറയേണ്ടി വരും. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ചായം വാച്ചയെ നോക്കുന്ന സമയമായി. ഞാനിപ്പം നിർത്താം. എൻ്റെ കയ്യിലും വാച്ചുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. നോക്കിക്കോണ്ട. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ദൈവ സ്നേഹമാണ്. ആ അനുഭവത്തിൽ നമ്മളാകണം. യേശുക്രിസ്തു ദൈവമാണെന്ന് ഓരോ അധ്യായത്തിനും തെളിയിക്കുക. ഇനി യോഹന്നാന്റെ സുവിശേഷം ഈ കർത്താവ് വ്യക്തിപരമായിട്ട് പലരോട് ഇടപെട്ട ഒരു പുസ്തകമാണ്. നിക്കോദോമസിനോട് രാത്രി വന്നു, ശമരിയാക്കാരി സ്ത്രീയോട്, പാപിനിയായ സ്ത്രീയോട്, സ്തോത്രം, അങ്ങനെ എത്ര പേരോട് വ്യക്തിപരമായിട്ട്. 1-ാം അധ്യായം മുഴുവൻ പഠിച്ച് എത്ര പേരെ വ്യക്തിപരമായിട്ട് കർത്താവ്, ഫിലിപ്പോസിനെ, നഥനയേലിനെ, അന്ത്രയോസിനെ, എല്ലാവരുമായിട്ട് എന്ത് നല്ല ഭാഗങ്ങളാണ്. ഞാൻ വിവരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രധാന വാതിൽ എന്നാന്നറിയാമോ? 1:12. വായിച്ചോ. 1:12 പ്രധാന വാതിൽ ഇതാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാതിൽ കൂടെ അകത്തോട്ട് കയറണ്ടേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഒരു വിഭാഗക്കാർക്കല്ല, ഏത് വ്യക്തിക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ആ വാതിൽ കൂടെ അകത്തോട്ട് കയറിക്കോണം. 1-ാം അധ്യായത്തിൽ അതാ വാതിൽ, സാക്ഷാൽ വാതിലാകുന്ന യേശു ക്രിസ്തു. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയും. ഓരോ അധ്യായത്തിൽ നമ്മൾ 1-ാം അധ്യായം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ ആമൻ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം നിക്കോദോമസിനോട്. ആമൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമൻ സ്തോത്രം ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമാ. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ആമൻ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ അവിടുന്ന് സൗഖ്യമാക്കി. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11-ഉം 12-ഉം അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം ആമൻ സ്തോത്രം പെസഹായ. പിന്നെ താഴോട്ട് പഠിക്കുമ്പോൾ ശിഷ്യന്മാരുമായിട്ട് രഹസ്യമായ കാര്യങ്ങളാണ് പറഞ്ഞേ, പരസ്യ ശുശ്രൂഷയല്ല. അവരുമായിട്ട് രഹസ്യമായിട്ട് ക്രൂശീകരണം, അനന്തര സംഭവങ്ങളൊക്കെ അവരെ പറഞ്ഞ് ഉറപ്പിക്കുക. ദൈവത്തിന്റെ മഹത്വം. അത് വളരെ മനോഹരമായ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി വായിച്ച കുർബാന 11-ാം അധ്യായത്തിന്റെ 21 പശ്ചാത്തല ഭാഗം അറിയാം. ബഥാനിയിലെ ഒരു ഭവനം, അവിടെ 2-3 പേരെ എടുത്തു പറഞ്ഞു. മാർത്ത, മറിയ, ആങ്ങള ലാസർ. യേശു ഈ ഭവനത്തെ വളരെ സ്നേഹിച്ചു. 3 പേരെ എടുത്തു പറയുന്നത്. ഇത് ചെല്ലു പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്. ഇവരുടെ അപ്പൻ ശിമോനായിരുന്നെന്ന് ചിലർ പറയുന്നു. കുഷ്ഠരോഗിയായിരുന്നു, യേശു സൗഖ്യമാക്കി. അതുകൊണ്ട് യേശു ഈ വീടുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ വേറൊരു ഭാഗത്ത് വായിക്കുന്ന എല്ലാവരും ഈ മാർത്തേനെ അങ്ങ് ചിലർ കുറ്റം പറയും, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അത് കേൾക്കുമ്പോൾ ചില സഹോദരിമാർ ഒര വിട്ട് പറപ്പിക്കുന്ന കാണാം. മറിയ ഗുരുവിന്റെ കാൽക്കല്ലിരുന്നു, മാർത്ത അടുക്കളയിൽ ആള് വേണ്ടായോ? എല്ലാരും കാലിന്റെ അവിടെ ഇരുന്ന, അടുക്കളയിൽ നിൽക്കണം, കാലിന്റെ അവിടെ ഇരിക്കണം. എന്റെ ഭാഷയിൽ പറഞ്ഞ അടുക്കളയിൽ ആ പെരുമാറുന്നെങ്കിൽ ശ്രദ്ധ ഇവിടെ ഉണ്ട്.
പിന്നെ അതുകൊണ്ടല്ലേ പുനരുത്ഥാനത്തെ പറ്റി അവള് ക്ലാസ് എടുത്തത് യേശുവിന്. യോ അടുക്കളയിൽ പെരുമാറുന്നുണ്ട്, അല്ല അതിനും ആള് വേണ്ടായോ? പക്ഷെ എല്ലാവരും മറിയാനെ അങ്ങ് പുകഴ്ത്തും. അത് പുകഴ്ത്തിക്കോ, കുഴപ്പമില്ല. എന്നാലും മാർത്തയ്ക്ക് നല്ലൊരു സ്ത്രീയാ. കാരണം നിങ്ങൾ പുസ്തകം പഠിച്ചാൽ ഈ വീട്ടിൽ യേശുവിനെ ആദ്യം കൈക്കൊണ്ടത് മാർത്തയാണ്. മാർത്ത കൈക്കൊണ്ടത് കൊണ്ടാ മറിയ പാറപിടത്തിൽ. ഒരു വാക്യം വായിച്ചേ, ലൂക്കോസ് 10:38 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. റഫറൻസ് അതാന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചേ, ഞാൻ പറയാം. അതാണോ? പിന്നെ അവർ യാത്ര പോകുകയും. അത് തന്നെ വായിച്ചോ. പിന്നെ അവർ യാത്ര പോകുകയും. ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവർ യാത്ര പോകുകയും അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾ ആദ്യം കൈക്കൊണ്ടേ. എല്ലാരും മറിയെ അങ്ങ് കിളത്തിക്കോ. പക്ഷെ ഈ വീട്ടിൽ യേശുവിനെ ആദ്യം കൈക്കൊണ്ടത് മാർത്തയാ. നീ യേശുവിനെ കൈക്കൊള്ളണം കേട്ടോ. നിന്റെ വീട്ടിൽ, ഞാൻ കടത്തി പറയാൻ, നിന്റെ വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ടാൽ നാറ്റമെല്ലാം മാറും. നിന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ നാറ്റം, കുടുംബത്തിന്റെ നാറ്റം, എന്റെ ഭാഷ പറഞ്ഞ ദേശത്തിന്റെ നാറ്റം, അവൻ സകല അഴുക്കും മാറ്റുവാൻ കഴിവുള്ളവനായ യേശു. മാർത്തയാ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടത്. യേശു ഈ വീട്ടിൽ പലപ്പോഴും വരും. യെരൂശലേമിലേക്ക് പോകുമ്പം ബഥാന്യ അടുത്താണല്ലോ. യേശു തന്നെയല്ലല്ലോ വരുന്നത്, എത്ര എണ്ണമാ കൂടെ? ഇന്നെങ്ങാനും അങ്ങനെ വന്നാൽ പറയാം ഒരു യോഗം മതി, ഇനിയും ഫോണിൽ കൂടെ അങ്ങ് യോഗം നടത്താം. ഓൺലൈനിലാകുമ്പോൾ പിന്നെ വെള്ളവും കൊടുക്കണ്ട, കാപ്പിയും കൊടുക്കണ്ട, 10 രൂപയും കൊടുക്കണ്ട, കട്ടിലും കൊടുക്കണ്ട, മെത്തയും ഒന്നും കൊടുക്കണ്ട. ഓൺലൈനില്ല, ചിരിച്ചാൽ മതിയല്ലേ. ഹായ് മുടക്കൊന്നും. എല്ലാവർക്കും ഇപ്പം അതാ ഇഷ്ടം അല്ലേ? ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ആ കോവിഡ് വന്നതാ ഇതെല്ലാം. ഇപ്പൊ കൺവെൻഷൻ ആളില്ല, എങ്ങനെ ആള് വരാൻ? എല്ലാവരും വീട്ടിൽ ഇരുന്ന് കാണുകയല്ലയോ? നാളൊരാൾ പറഞ്ഞു അവിടെ ചെന്ന് കാണുന്നതിൽ നന്നായിട്ട്. അല്ല, ഇവർക്കും പണി വേണ്ട, ഇല്ല കുന്തെല്ലാം കൂടെ അവിടെ കൊണ്ടുപോകും. അവർക്കും വേണ്ടായോ? എല്ലാം നന്നായി വരട്ടെ, അല്ലെ ഇതെല്ലാം തുരുമ്പടിച്ചു പോയ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ട്. യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും. താൻ സ്നേഹിച്ച ഒരു ഭവനമാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭവനം. മാർത്ത എൻ്റെ ഭാഷ പറഞ്ഞ അടുക്കളയിലുമൊക്കെ പെരുമാറുക. മറിയ പാറപിടത്തിരിപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങിരിക്കുമ്പോൾ യേശു സ്നേഹിച്ച ഈ ഭവനത്തിലെ ലാസർ ദീനമായി. യേശുവിന് ആള് വിട്ടില്ല. യേശുവിനെ അറിയ യേശു പോയില്ല. ദീനം കൂടി യേശു പോയില്ല. ഇവൻ മരിച്ചു, യേശു പോയില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ അനുശോചനത്തിന് പോലും വന്ന ശിഷ്യന്മാരെ. ഇപ്പം നമ്മൾ പോയില്ലെങ്കിലും പോകുന്നവരോട് പറഞ്ഞ് എനിക്ക് വരാനൊക്കുന്നില്ല, എൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കണം, കുഞ്ഞാണ്ടിയും കൂടെ അനുശോചിക്കുന്നു. എന്നാൽ നമ്മൾ പറയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളിപ്പോൾ ഒരാൾ കാനഡയിൽ, ഒരാൾ എല്ലാവരും അറിയണം ഉണ്ടെന്ന്. കാനഡയിലുണ്ട്, എൻ്റെ ഇളയ മകൻ ഹൂസ്റ്റണിലുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുഞ്ചാണ്ടി എന്നോട് പറഞ്ഞ് എൻ്റെയും കൂടെ ഒന്ന്. അങ്ങനല്ലേ ഇപ്പം? മിണ്ടുന്നില്ല, നിങ്ങളാരും മിണ്ടുന്നില്ല. അങ്ങനെ ഇപ്പം. ഇപ്പം പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, നമ്മളെല്ലാം പോയിരിക്കുക, TV കാണിക്കുക. അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ ഇരുന്ന് അവനെ നട്സ് കറിച്ചോണ്ടാണ്. സിനിമ ആയിട്ട് ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. ഹല്ലേലൂയ. എന്നാളൊരുത്തൻ കിറു തൂത്തോണ്ട് പറയുന്നു. ആരാണോന്നും എന്നോട് ചോദിക്കരുത്. വേറൊരു അന്തരീക്ഷമായി. ചുരുക്കി പറഞ്ഞ യേശു അനുശോചനത്തിന് പോലും ഒരെണ്ണത്തിന് വിട്ടില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് ബഥാന്യ വരെ പോകാം. അന്നേരം തോമാസ് പറഞ്ഞു നമുക്കും ചാകാം. കാരണം തോമാസിന്റെ ഹൃദയത്തിലെ ചിന്ത വേറൊരു ചിന്തയും കൂടെ ഉണ്ട്. ആ വീട്ടിൽ ഒത്തിരി പ്രാവശ്യം പോയി തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ചെയ്തതാണ്. ആ ചെറുക്കന് ദീനമാണെന്ന് ഇങ്ങേരൊന്ന് പോയോ? ഇല്ല. എന്നാൽ ഞങ്ങളെ ഒരാളെ വിട്ടോ? ഇല്ല. എന്നാൽ ദീനം കൂടിയപ്പോൾ ഒരാളെ ഒന്ന് വിടണ്ടേ? വിട്ടില്ല. എന്നാൽ അടക്കത്തിനെങ്കിലും ഒന്ന് എന്നിട്ടും വിടും. ഇപ്പം അങ്ങോട്ട് പോവുക, സൂക്ഷം തല്ലിക്കൊല്ലും. അപ്പൊ തോമാസിന് മനസ്സിലായി നമുക്കും പോയി ചാകാം. പക്ഷെ യേശു ശിഷ്യന്മാർ ഈ വീട്ടിൽ വരിക, ബഥാന്യ വന്നപ്പോൾ, പശ്ചാത്തല ഭാഗം അതാ, വന്നപ്പോൾ മാർത്ത കേട്ടു ഗുരു വന്നെന്ന്. അവൾ എഴുന്നേറ്റോട് ചെന്ന് യേശുവിനോട് പറയുന്ന ഭാഗമാണ് നമ്മുടെ കുറുവാക്യം.
യേശുവേ. വായിച്ചേ 21 വാക്യം. മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഞാൻ താഴോട്ടുള്ള ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. പക്ഷെ യേശു ലാസറിനെ ഉയർപ്പിച്ചു. നിങ്ങൾക്കറിയാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ 1-2 കാര്യം പറയാ. കർത്താവിനോട് മാർത്ത പറയുക, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ല. ഇന്ന് രാത്രി മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ മരിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. രാവിലെ നടക്കുന്നു, വീശി നടക്കാനാ പറഞ്ഞു. മരിക്കാതിരിക്കാനാ. എണ്ണ ചേർത്ത പലഹാരമല്ല ഇഷ്ടമാ, എന്നാലും വേണ്ട, മരിക്കാതിരിക്കാനാ. ഇല്ലേ? അതെ. കാശും പുത്തനുമുള്ളവർ ആണ്ടോടാണ്ടൊക്കെ എണ്ണത്തോണി കിടക്കുന്നു, മരിക്കാതിരിക്കാനാ. പെട്ടെന്ന് ഇല്ലേ? നിങ്ങൾ പറ. അതെ. ചിലര് ഈ കടയിലൊക്കെ ചെന്ന് സാധനങ്ങൾ എടുത്ത് അതിന്റെ അളവൊക്കെ നോക്കിയ മേടിക്കുന്നത്, മരിക്കാതിരിക്കാനാ. അതെ. മരിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ. ഏതോ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, പാർട്ടിക്കാരുടെയാണ് തോന്നുന്നത്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പിന്നെ അടുത്ത തന്നെ ഞാനും മറന്നു, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അത് മനസ്സില്ലെന്ന് പാടിയ പുള്ളി മരിച്ചു, ഏറ്റു പാടിയ പുള്ളിക്കാരും മരിച്ചു. എല്ലാം മരണത്തിന്. വണ്ണം വരുത്താലും മണ്ണിനീരയാതു കണ്ണിന്റെ ഭംഗിയും മായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തേക്കും. മതി മതി. ആരും പാടുന്നില്ല, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്നാ പറയാം, മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? മരിക്കാൻ പേടിയല്ലേ എല്ലാത്തിനും? മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കമ്പിവാചകം പോലെ ചില കാര്യം പറഞ്ഞങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. പെട്ടെന്ന് വായിക്കണം, ഇനി ചടിയടാന്ന് വായിക്കണം. ഇന്നൊരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുക. എന്താ പറ, ആന ഇറങ്ങുമോ? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. വിസ്തരിച്ച് പ്രസംഗിക്കുന്നില്ല, പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ ഒന്ന് മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പൻ പിള്ളേരോട് പറയാ, കൊച്ചുങ്ങളെ അത്തുപോകാതിരിക്കാൻ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ ഇന്ന് വെളുക്കുവോളം പറഞ്ഞങ്ങ് നിൽക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മരിക്കാതിരിക്കാൻ ഒന്ന് മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അതെന്നാ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം? അതിന്റെ ആത്മീക വശം എന്താ? ഈ മിസ്രയീം ആത്മീകമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. വെളിപ്പാട് 11:8. പെട്ടെന്ന്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. പശ്ചാത്തലഭാഗവും ചരിത്രവും വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. വെളിപ്പാട് 11:2 സാക്ഷികളാ. അതൊന്നും ഇപ്പം തർക്കമാ, പോകണ്ട നമുക്ക്. ആരാന്നൊക്കെ അവിടെ നിൽക്കട്ടെ. 2 സാക്ഷികൾ. ഈ 2 സാക്ഷികൾ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അവർ കൊല്ലപ്പെടുന്നതിന്റെ കാര്യം പറയുക, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം, ആ നഗരത്തിലാണ് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ മിസ്രയീം എന്ന് പറഞ്ഞാൽ ചാകാതിരിക്കാൻ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്താ? നീ മരിക്കാതിരിക്കാൻ.
ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അനുതാപത്തോടെ, ആത്മദമനത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, യേശുവേ ഞാനൊരു മഹാപാപിയായി, എന്റെ പാപം ക്ഷമിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നള്ളി വരണം, എന്നെ ഒരു ദൈവവൈതലാക്കി തീർക്കണമെന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നീ മരിക്കത്തില്ല. ഞാൻ മരിക്കത്തില്ലെന്ന് ഉദ്ദേശിച്ചത് നിത്യമരണമാണ്. ദൈവത്തിന് മഹത്വം. മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടണം. മരിക്കാതിരിക്കാൻ. 2, വിസ്തരിക്കുന്നില്ല, വാക്യം പറഞ്ഞങ്ങ് വിടുക. വിസ്തരിച്ചാൽ നേരം വെളുക്കുവോളം നിന്ന് വിസ്തരിക്കും. മരിക്കാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം വായിച്ചോ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചേ. പെട്ടെന്ന് വായിരും. പുറപ്പാട് 30:20. അവർ സമാഗമന കൂടാരത്തിൽ കടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ട് ഒരു കഴുകലുണ്ട്. മരിക്കാതിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം. വിവരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കാതിരിക്കാൻ എന്റെ ഭാഷയാ, വെള്ളത്തിലൊരു പരിപാടിയുണ്ട്. മരിക്കാതിരിക്കാൻ വെള്ളത്തിൽ ഒരു പരിപാടി. ആ വെള്ളത്തിലെ പരിപാടി എന്നാന്ന് വെച്ചാൽ, വെള്ളത്തിൽ പരിപാടിയല്ല, വെള്ളം അടിച്ചേച്ചുള്ള പരിപാടിയല്ല. അവൻ സ്നാനപ്പെടണം. മരിക്കാതെ ജീവിച്ചിരിക്കുക. എന്തുവാ നിങ്ങൾ രണ്ടും പറയാന്നേ? വെള്ളം അടിക്കുന്ന കാര്യമാണോ? വെള്ളത്തിലെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നീ സ്നാനപ്പെടണം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെട്ടാൽ നിത്യമരണത്തിൽ നിനക്ക് രക്ഷയുണ്ട്. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 1, രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. വിവരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞു നിർത്തുക. മരിക്കാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം തന്നെ 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിച്ചേ. 28-35 പെട്ടെന്ന് വായിച്ചോ. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾപ്പിക്കണം. മരിക്കാതിരിക്കാൻ എന്തോ ശബ്ദമാണ്. വിസ്തരിക്കാൻ നേരമില്ല ചേട്ടാ. അഹരോന് വസ്ത്രങ്ങളുണ്ട് മഹാപുരോഹിതന്. ആ വസ്ത്രത്തിൽ അതിന്റെ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ച് ദൈവദാസനെ. എഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. അടുത്തത്, അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. തല കാണാതിരിക്കരുത്, മൂടി നടക്കരുതെന്ന്. ദ്വാരത്തിന് മൂടി നടക്കരുതെന്ന്. നേരത്തെ മോശ ഇങ്ങനെ ആയിട്ടത്, ഇപ്പൊ നേരെ പുറകോട്ട. നാളെ ഇതൊക്കെ എന്തിനാ കൊണ്ട് കിടക്കുന്നത്? ഇതൊക്കെ കാണിക്കാനാടേ. മോശ ഇറങ്ങാൻ പറഞ്ഞു, മൂടാൻ പറഞ്ഞു. ആർക്കും കാണും. ഈ കാലത്ത് പറഞ്ഞു വെച്ച് മുന്നോട്ട് വേണ്ട, പുറകോട്ടിട്ടോളാം. മനസ്സിലാകുന്നുണ്ടല്ലോ. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. പിന്നെ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചതാം പഞ്ഞി നൂലും. എനിക്ക് ഞാൻ ഒത്തിരി മെന്തിനെ തിന്നു. നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും 4 നിറം കലർന്ന്. പാടാൻ നേരമില്ല, വായിച്ചോ, അല്ല ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും
മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. പൊന്മണി നമ്മുടെ അപ്പുറത്തെ പൊന്മണിയുടെ കാര്യമല്ല, പൊന്ന് കൊണ്ട് മണി ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, അങ്കിയുടെ വിളുമ്പിലെ ചുറ്റിലും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇതാ ഇതിന്റെ ക്രമം. അപ്പൊ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു ഇത് ഈ ചുറ്റും ഇങ്ങനെ കിടക്കണം. ഈ ഏബോധനെ ചുറ്റും കിടക്കണം. ഇത് ധരിച്ചോണ്ട് വേണം അകത്തോട്ട് കയറാൻ. വേറെ കാര്യമൊക്കെ പറയാനുണ്ട്, നേരമില്ല. അപ്പം അകത്ത് കയറുമ്പം ചുമ്മാ ആട്ടുകല്ലിരിക്കുമ്പോൾ ഇരിക്കരുത്. അത് സ്റ്റേജിലാണെങ്കിലും സഭായുഗത്തിനാണെങ്കിലും ഇവരൊക്കെ സ്തുതിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ചില വിദ്വാന്മാർ അനങ്ങത്തില്ല, അനങ്ങുകയല്ല. എനിക്ക് പാണ്ഡിത്യം കയറിയാലും അനങ്ങുകയല്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്നും വലിയ ആസ്വദിക്കുക, സന്തോഷിക്കുക, എനിക്ക് പ്രാർത്ഥിച്ച് സഹായിക്കുന്നല്ലോ, അഭിനന്ദിക്കുന്നു. ചിലയിടത്ത് എന്നാൽ ചില വാർതാമാര് കയറിയിരുന്ന യുവമാർ അനങ്ങത്തുമില്ല, സ്വോത്രവും പറയുക, ഇങ്ങനെ ഇരിക്കുക, ഒടുവിൽ ആശീർവാദത്തിന് ഇരിക്കുക. നമ്മളെ കണ്ടോണ്ടല്ലയോ ജനം ഇരിക്കുന്നേ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആസ്വദിക്കുന്നതിൽ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അകത്ത് കയറുമ്പോ അടങ്ങി നിൽക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരമൊക്കെ വന്ന് അനങ്ങണം, ദൈവത്തെ സ്തുതിക്കണം. ഇങ്ങനെ ചലിച്ചും അനങ്ങിയൊക്കെ നിൽക്കുമ്പം ഈ മാതളപ്പഴവും പൊന്മണിയും മാതളപ്പഴവും, അപ്പൊ ഈ പൊന്മണി ചെന്ന് മാതളപ്പഴത്തിനിട്ട് ഒരടിക്കണി, അപ്പൊ ഈ മാതളപ്പഴം അപ്പുറത്തെ പൊന്മണി ഒരടിക്കണി. അപ്പൊ ശബ്ദം കേൾപ്പിക്കണം. അങ്ങനല്ലേ വായിച്ചേ? 35 ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ഇങ്ങനെ കിണിങ് 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 കിണിങ്. ഒറ്റമ്പേട്ടയല്ല, ഒറ്റ തന്നെ. ഇതിനിടയ്ക്ക് പെട്ടയില്ല, മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കണം. ഇതിങ്ങനെ ഒന്ന് അടിച്ച് ശബ്ദം കേൾപ്പിക്കണം. ഈ ശബ്ദം കേൾപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മരിക്കാതിരിക്കാനാ. ശബ്ദമില്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്നവൻ വലിച്ചു നിന്നെ വെളിയിലിറക്കും. നിതാന്ത്യ വന്ധ്യ ദിവ്യ ചത്തടാ വലിച്ച് അത് പറയും. അതിന് ശബ്ദം കേൾപ്പിച്ചോണ്ടിരിക്കണം. അല്ലെ ഡോക്ടർ റവറന്റ് തീർന്നടാ വലിക്കടാ എന്ന് പറയും. അപ്പൊ ഇതിന് ശബ്ദം ഇങ്ങനെ മണിയുടെ മാതളപ്പഴവും പൊന്മണിയും കൊണ്ട് ശബ്ദം ഇങ്ങനെ കേൾപ്പിക്കണം. അപ്പൊ ശബ്ദം കേൾപ്പിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവൻ പറയും ചത്തിട്ടില്ലടാ, ആളിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ശബ്ദം കേൾപ്പിക്കുന്നതിന് മരിക്കാതിരിക്കാനാ. എന്തുവാ ഈ ശബ്ദം? ഇപ്പോഴത്തെ കാര്യം ധൈര്യത്തോടെ നമ്മൾ കൃപാസനത്തിന്റെ അടുക്കൽ വന്നിരിക്കുക. യേശുവിന്റെ തിരുമരണം കൊണ്ട് ദൈവാലികത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി ഒരു പുതുവഴി തുറന്നു. ധൈര്യത്തോടെ നമ്മൾ അടുത്തു വന്നിരിക്കുക. അടുത്തു വന്നിരിക്കുന്ന ഞാൻ നിങ്ങളും ശബ്ദം കേൾപ്പിക്കണം. എന്തോ നിന്റെ ശബ്ദമാ? മാതളപ്പഴവും പൊന്മണിയും പൊന്മണിയും മാതളപ്പഴവും മാറി മാറി കൂട്ടിത്തല്ലുന്ന ശബ്ദമുണ്ട്. അത് കിണിങ്കിണിങ്കിണി കേൾപ്പിക്കണം. എന്തുവാ ഇപ്പോഴത്തെ ശബ്ദം? വായിച്ചേ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമായി കേൾക്കേണ്ട ശബ്ദം എന്നതൊക്കെയാ? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 കണ്ണിക തുടങ്ങുന്നത്. ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനത്തിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ ഉപദേശമുണ്ട്. ഉപദേശത്തിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ വെളിപ്പാടുണ്ട്. വെളിപ്പാടിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ അന്യഭാഷയുടെ ശബ്ദം കേൾക്കണം. ദൈവത്തിന് മഹത്വം. അല്ലാതെ മിണ്ടാതെ മൃഗലിക്കാതെ വീട്ടിലോട്ട് പോവുകയല്ല. ഇതിനകത്ത് ഈ ശബ്ദം കേൾപ്പിക്കണം. അവൻ മറുഭാഷ, അന്യഭാഷ. അവൻ മറുഭാഷയിൽ അന്യഭാഷയ്ക്ക് സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടാ. അവൻ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുക. ഇത് വിലക്കരുത്. ഇതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. ദൈവത്തിന് മഹത്വം. ചിലർക്ക് ഇത് മലയാളത്തിൽ പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെന്തുവാ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? ബ്രദർ അന്യഭാഷയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ടാ തുടക്കം അങ്ങനെ. ആകയാൽ എന്ത് സഹോദരൻ ബ്രദർ അന്യഭാഷ ഉണ്ടെന്ന്
ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ എന്ത് ആ. സഹോദരന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ആ. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. അന്യഭാഷയുണ്ട്. ബ്രദർ, അത് മതി. നിന്നിട്ടില്ലെന്ന് മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ആമ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, വെള്ളം കൊണ്ട് കടികൾ പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. മൂന്ന്, ഇതിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്തുക, അത് പറയാൻ ഒക്കത്തില്ലല്ലോ. ദൈവത്തിന് മഹത്വം. എന്തായാലും ഇന്ന് പ്രാരംഭ ദിവസമായി ചില സമയം പോയി, കുഴപ്പമില്ലല്ലോ. വായിച്ചോ. മരിക്കാത്ത പുസ്തകമൊക്കെ ഞാൻ എടുത്തല്ലേ. നിങ്ങൾ പറയും പുള്ളി ഇളക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ അങ്ങ് നിർത്തുകയല്ലെന്ന്. പുസ്തകം മാറ്റി. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3 വായിച്ചേ. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 3:3. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, അരുത്, തൊടുകയും അരുത്. മതി. അരുത്. വിസ്തരിക്കാൻ നേരമില്ല. വേറെ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കോർത്തിണങ്ങി വിസ്തരിക്കേണ്ടതാ. ഭരിക്കാതിരിക്കാൻ അരുത് എന്ന് ദൈവം പറഞ്ഞതൊന്നും ചെയ്യരുത്. അരുത് എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കണം. മരിക്കാതിരിക്കാൻ വിശേഷിച്ച് ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. ലോകക്കാരെ പോലെ മറ്റ് മനുഷ്യരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. നാം വേർപെട്ട ദൈവമക്കളാണ്. എല്ലാ കാര്യത്തിലും വേർപാട് പാലിക്കണം. ഞാൻ ഈ ഭാഗമൊക്കെ മണിക്കൂറുകളെടുത്ത് പറയേണ്ടതാ. അതിനുള്ള പാട്ടും ഉദാഹരണങ്ങളും ഒക്കെ ചേർത്താണ് പറയേണ്ടത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്നില്ല, അത് തന്നെ വളരെ നന്ദി. എന്നോട് ഒരാൾ പറഞ്ഞു ആനയുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആ ഫോറസ്റ്റിൽ അവരോട് ചോദിച്ചു, സാറേ അങ്ങോട്ട് സൂക്ഷിച്ചു പോകണം, ആന ഇറങ്ങേണ്ട സമയമായെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളൊരു വണ്ടിയുടെ പുറകെയാണ് പോകുന്നത്. ഓടിച്ച സഹോദരനെ ഞാൻ ചോദിച്ചു, ആന ഉള്ളിടത്തൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, ആ വണ്ടിയുടെ പുറകെ പോകാം, അഥവാ എന്തേലും. പിന്നെ അവരെ പിടിക്കുകയല്ല, അവർക്കാകുമ്പോൾ പരിചയമുണ്ടല്ലോ. തിരിച്ചങ്ങോട്ട് എല്ലാവരും ഉണ്ടോ? ആട്ടെ. ഇപ്പം ചെല്ലി എനിക്ക് അയാളെ ആന പിടിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർക്കശമായി വേർപാട് പാലിക്കണം. പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം പറയാം. ഇതുവരെ മറ്റുള്ളവരോട് ചേർത്താ പറഞ്ഞത്. നീ വേർപാട് പാലിക്കണം. ഉണ്ടല്ലോ ആഘോഷവും ചടങ്ങും മേളാങ്കവും ഒക്കെ നീ പോകരുത്. ലോകക്കാർ ജീവിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യുകയും ജീവിക്കുകയും ചെയ്യരുത്. വേർപാട് പാലിക്കണം. സഭയ്ക്കകത്തായിരുന്നു ഞാൻ കുറച്ച് കാര്യം പറയാം. ഇതിപ്പോൾ ഈ ഓപ്പൺ ഗ്രൗണ്ടിലല്ലയോ. നിങ്ങളും പറയാം അയൊക്കെ എന്നാ പറയണേ, എവിടെ പറയണമെന്ന് വെളിവൊന്നുമില്ലെന്ന്. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിൻ്റെ മഹത്വം. മരിക്കാതിരിക്കാൻ ചെയ്യേണ്ടത്, ഒന്ന്, ക്രൂശിൻ്റെ ചുവട്ട് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 4, കർക്കശമായ വേർപാട് പാലിക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് അവൻ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. കർത്താവിനോടുകൂടെ എന്നേക്കും വാഴാം.